അസ്സലാമലൈക്കും. ഞാൻ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് 10 കൊല്ലമായിട്ടുള്ളൂ. എനിക്ക് 80 വയസ്സായി. 80 വയസ്സിൻ്റെ ഇടയിൽ എൻ്റെ വാപ്പ മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ചേർന്നിട്ടുണ്ടായ മോനാണ് ഞാൻ. ഈ 65-ാം വയസ്സ് തുടങ്ങിയതാണ് ഞാൻ മുഹ്യിദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിലുള്ള മൗലൂദും കുത്തുബിയത്തും റാത്തീബും ഒക്കെ എൻ്റെ വാപ്പൻ്റെ ഒപ്പരം ചെല്ലിങ്ങനെ പഠിച്ചതാണ്. പിന്നെ വാപ്പ മരിച്ചിട്ട് 47 കൊല്ലമായി. വാപ്പ മരിക്കുന്നതിന് മുമ്പ് വാപ്പ പറഞ്ഞ്, മോനെ ഖുർആനിലുള്ളത് മുഴുവനും ശരിയാണെന്നാണ്. അങ്ങനെ എൻ്റെ ചെറിയ മോന് ഗൾഫിൽ പോയി വരുന്നേരം ഖുർആൻ്റെ പരിഭാഷ കൊണ്ടുവന്നു. അത് കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് വരാനുള്ള കാരണം. അന്നപ്പോൾ ഖുർആൻ നോക്കി പോകുമ്പം ഖുർആനിനകത്ത് ഉള്ളതിന് നേരെ എതിരാണ് നമ്മൾ നടക്കുന്നത്. ഒരാളിപ്പോൾ നബിദിനം കഴിക്കാൻ നിൽക്കുക. നബിദിനം കഴിച്ചാൽ ഓമേ നേരിട്ട് എൻ്റെ പണ്ടിരത്തിന് 2 കിലോമീറ്റർ ഉണ്ട് അങ്ങാടിക്ക്. ഞാൻ നബിദിനം കഴിക്കുന്നേരം ഞാൻ നടന്നു പോലെ കാലിന് മുട്ടുവേദന ആയിട്ട് ആ മുട്ടുവേദന സഹിച്ചിട്ട് വണ്ടി കയറിക്കോളി എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ കണ്ടിട്ട് ഞാൻ നടന്നു പോരാ. നബിദിനത്തിന് പോയാലുള്ള കൂലി ആശ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോഴാണെങ്കിൽ അത് നോക്കുമ്പം നബി ജനിച്ച ദിവസമല്ല, നബി മരിച്ച ദിവസമാണ്. റബീഉൽ അവ്വൽ 12-ാം തീയതി ദുഹാ നമസ്കാര സമയത്ത്, അതായത് 9 മണിക്കാണ് നബി മരിച്ചത്. അന്ന് തൊട്ട് നബി 3 ദിവസത്തേക്ക് നബീൻ്റെ സഹാബത്തും നബീൻ്റെ ഭാര്യമാരും 3 ദിവസത്തേക്ക് പട്ടിണി ഇറന്നിക്കുക, കരഞ്ഞു കുത്തി നിൽക്കുക, നബി മരിച്ച വിഷമം കൊണ്ട്. ആ സമയത്താണ് നമ്മൾ ദബ്ബ് മുട്ടും പായസം കുടിയും ചാടിക്കളിയും എല്ലാ ഇതും നടത്തുന്നത്. നബി പറഞ്ഞത് ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. അതിന് നമ്പർ 1162-ാമത്തെ ഹദീസിലാണ് പറയുന്നത്. അന്ന് നിങ്ങൾ നോമ്പ് നോക്കാനാണ് പറഞ്ഞത്, ജനിച്ച ദിവസം നോമ്പ് നോക്കാനാണ് പറഞ്ഞത്. പള്ളാർച്ചും തിന്ന് ചാടിക്കളിക്കാനൊന്നും നബി പറഞ്ഞിട്ടില്ല. നബീൻ്റെ പേരിലുള്ള മൗലൂദ് ഓതുന്നിടത്തൊക്കെ ശിർക്കാണ്. ശിർക്ക് ചെയ്തവന് സ്വർഗം ഹറാമെന്നാണ് അള്ളാഹ് ഖുർആനിൽ പറയുന്നത്. നബിനോട് പറഞ്ഞത്, നബിയെ നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്തിട്ടാണെങ്കിൽ, നിങ്ങൾ ഇത് ശിർക്ക് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളെ അമൽ പൊളിഞ്ഞു പോകുന്നു. ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ നോമ്പ് വെച്ചിട്ട് കാര്യമില്ല. നോമ്പ് വെച്ചിട്ടും മറ്റേ ഒരു ക്രിയയും അള്ളാഹ് സ്വീകരിക്കില്ല എന്നാണ് അള്ളാഹിൻ്റെ ഖുർആനിൽ നബീനെ വിളിച്ചിട്ട് അള്ളാഹ് പറയുന്നത്. നമ്മൾ ഖുർആനനുസരിച്ചാണ് ജീവിക്കേണ്ടത്. ഖുർആൻ നോക്കുന്നില്ല, മരിച്ചെടുത്ത് ചെല്ലാനുള്ളതല്ല ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത് ജീവനുള്ള ആളെ നന്നാക്കാനുള്ളതാണ്. എവിടെ പറയുന്നത്? യാസീൻ്റെ അകത്ത് ലിയന്തിറമൻഖാന ഹയ്യം വൈക്കൽ കൗലുൽ കാഫിരീൻ, ജീവനുള്ള ആളെ നന്നാക്കാനുള്ളതാണ് ഖുർആൻ എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് മരിച്ചെടുത്ത് കുത്തിയിട്ട് ചെല്ലുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ടാണല്ലോ അന്നപ്പം തന്നെ വയനാട്ടിലൊക്കെ ആണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അന്നപ്പം തന്നെ മയ്യത്തെടുക്കുകയും തന്നെ അവിടെ കൊണ്ട് വിരിച്ചിട്ട് പായി വിരിക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്തിട്ട് വേഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 വട്ടം ചെല്ലണമെന്നാണ്. എന്നാൽ സ്വർഗത്തിലെത്തണം. 70,000 പോയിട്ട് 70,000 കോടി ചെല്ലാലും സ്വർഗത്തിലെത്തൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും എല്ലാം കൂടി ഒരു ത്ലാസിലിട്ട്, ഭൂമി സൂര്യനെന്ന് പറഞ്ഞാൽ ഭൂമിനെക്കാട്ടിലും എത്രയോ ഇരട്ടി വലിപ്പമുള്ള സാധനമാണ്. അത്ര വലിപ്പമുള്ള സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും എല്ലാം കൂടി ഒരു ത്ലാസിലിട്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹിനെക്കാട്ടി കൂലിയില്ല, അതിനേക്കാളും കുറവാണ് ഉണ്ടാകുക. എന്നപ്പോൾ അത്രയും പൂരിച്ചുള്ള സാധനമാണ്. അവൻ്റെ ഹൃദയത്തിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടത്. അല്ലാണ്ട് മരിച്ചിട്ട് ഒരാൾ ചെല്ലിയിട്ടോ മയ്യത്ത് കൊണ്ടുപോകണ നേരം ചെല്ലിയിട്ടോ യാതൊരു കാര്യവും കിട്ടാൻ പോണില്ല. കിട്ടണമെങ്കിൽ അള്ളാഹ് റസൂൽ എന്താ പറഞ്ഞത്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഏരിയത്തേക്ക് എത്തണം. അത് എത്തുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. കാരണം പണ്ടൊക്കെ ഈ പറമ്പ് പണയം വെക്കലുണ്ട്. പണയം വെക്കുക എന്ന് പറഞ്ഞാൽ പറമ്പ് പണയം വെച്ചിട്ടാണെങ്കിൽ തെങ്ങുമ്പോൾ തേങ്ങ ഉണ്ടാവും. തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. കൂട്ടാൻ വെക്കണമെങ്കിൽ അരക്കാനിൽ വേറെ ആയിരുന്നോ പൈസ കൊടുത്ത് വാങ്ങണം. അതല്ലാണ്ട് തേങ്ങ ഉള്ളത് വേറെ ഉള്ളതിൽ കണ്ടോല് കൊണ്ടുപോവുക എന്ന് പറഞ്ഞതുപോലെ മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് ഈ പണയം വെച്ചിക്കാണ് ഇത് ആക്കുമ്പോഴാണ് ഇത് ബുദ്ധി പണയം വെക്കാൻ പാടില്ല. ഒരാൾക്ക് അവനാൻ്റെ ബുദ്ധി 15 വയസ്സായാലും എല്ലാവർക്കും ബുദ്ധി ഇത് വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞ് പഠിച്ചവൻ എല്ലാവർക്കും കൊടുക്കും. അതിനകത്ത് വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് തീരെ ഉള്ള പണയം വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. ആ ബുദ്ധി പണയം വെച്ചാൽ ഓരോരുത്തർക്ക് പണയം വെച്ച് ഓല് പറഞ്ഞ് കേൾക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ പഠിച്ചവനുണ്ട് എന്താ ഹൃദയത്തിന് സീല് വെച്ചാളും. ഹൃദയത്തിന് സീല് വെച്ചാൽ ഓലോട് അങ്ങോട്ട് എന്തും പറഞ്ഞാലൊന്നും ആവില്ല. ഈ മക്കാ മുശ്രിക്കുകൾ എന്ന് പറയും. മക്കാ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ മക്കത്തുള്ള ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ നബീനെ ഉപദ്രവിച്ച്, എന്തിനാ ഉപദ്രവിച്ച്? ഖുർആൻ ഓതിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ നമ്മൾ ഖുർആൻ ഓതിയിട്ട് മുജാഹിദുകൾ ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധനം നടത്താൻ നോക്കിയാൽ അവർ കല്ലെടുത്തെറിയുകയും മുജാഹിദ് വലിച്ചേരുന്നവരെ
തുണി ഊരിയിട്ടൊക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയത് ഇങ്ങാപ്പുഴക്കൽ വെച്ചിട്ട്. അങ്ങനെ പല സ്ഥലത്തും പല ട്രെയിനിൽ നുന്തി തള്ളിയിട്ട് മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. ആദം നബീൻ്റെ ഹവ്വാവിൻ്റെ മക്കളാണ് നമ്മൾ, ലോകത്തുള്ള എല്ലാവരും, ഹിന്ദുക്കളും ജർമ്മക്കളും മറ്റോലും എല്ലാ ജാതിക്കാരും എല്ലാവരും ഒന്നെന്നാ. അന്നപ്പോൾ എല്ലാവർക്കും ഇസ്ലാമിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിമിൻ്റെ വീടും വെച്ചക്കരുത്, ദൈവത്തെ എത്തിക്കാത്തതിനടുത്ത് എന്നുള്ളത് പറഞ്ഞെടുത്ത് ദൈവത്തെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞത് ആര്. എന്നിട്ട് മൗലവിമാർ പറഞ്ഞു കൊടുത്തിട്ട് ഇത് കാസറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ബി ജെ പിക്കാരോ അല്ലെ പടച്ചോനില്ല എന്ന് പറയുന്ന പാർട്ടിക്കാരോ ഒന്നും ഒരു കല്ലെടുത്തെറിയാനും മറ്റേനൊന്നും വന്നില്ല. മക്കത്തുള്ള ആൾക്കാർ നബിനെ കല്ലെടുത്തെറിയാനും മറ്റേനൊക്കെ വന്ന് ആരാണ്? മുശ്രിക്കുകളാ. ആ മുശ്രിക്കുകളെ സ്വഭാവം ആർക്ക് കാണിച്ചാലെന്താ? അത് ഇവർ കാണിച്ചാൽ ഇവരും ശിർക്ക് ചെയ്യുന്ന കൂട്ടരാണ്. മക്കാ മുശ്രിക്കുകളെക്കാട്ടി കഷ്ടമാണ് ഇപ്പം ഇവരത്. കാരണം മക്കാ മുശ്രിക്കുകൾ വെള്ളത്തിലേറ്റ മുങ്ങി മരിക്കുമെന്നോ കടലിൽ പോകണടുത്ത് എന്തെങ്കിലും വിഷമം പറ്റിക്കുകയാണെങ്കിൽ അവർ അള്ളാനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് ഖുർആനിലുണ്ട്. ആ കരക്ക് കഴിഞ്ഞാൽ അള്ളാഹ് പങ്കു ചേർക്കും. അങ്ങനെ ഇവർ പങ്കു ചേർക്കലെന്നല്ല, അള്ളാഹിനെ തന്നെ വേറെ സൃഷ്ടിച്ചിരിക്കുക, അതാണ് ചെയ്യുന്നത്. പറഞ്ഞു വല്ല നീലത്തിനും എന്നെ വീളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യുമാരെന്നവർ. എന്നാൽ എവിടുന്ന് വിളിച്ചാൽ മൊയ്തീൻ ഷെയ്ഖ് വായു കൂടുന്നതിൻ്റെ ഇടയ്ക്ക് ഉത്തരം ചെയ്യുന്നു. മലയാളത്തിലാണ് പറയുന്നത്. മൊയ്തീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞ ആൾ ഇറാഖിലാണ് കിടക്കുന്നത്. അയാൾക്ക് മലയാളം അറിയില്ല എന്ന് ഇവർക്ക് അറിയില്ല. മലയാളം അറിയില്ല എന്നവർക്ക് അറിയില്ല. പിന്നെ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നവർ. ഇതിനൊക്കെ അർത്ഥം എന്താ? പടച്ചോനാക്കുക അവര് ബഹുദൈവ വിശ്വാസികളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരും ബഹുദൈവ വിശ്വാസികളും തീറ്റി സുന്നി എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ അടുക്ക് ഒരു ഇത് പറഞ്ഞേനും അത് സുന്നി എന്ന് പറഞ്ഞ് ഞാൻ ഈ മാപ്പ് ചോദിക്കുന്നു. സുന്നികളിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്, മുജാഹിദുകളാണ്. സുന്നികളിൽ നിന്ന് മറ്റൊരു ശിർക്കും വിധേയത്വം എടുക്കുന്ന ആൾക്കാരാണ്. നബി പറയാത്തതേ അവർ എടുക്കുള്ളൂ, അല്ലാണ്ട് സുന്നത്ത് എടുക്കില്ല. ഈ സുന്നത്തെടുത്ത് ഇനിയിപ്പം എന്തെടുത്തിക്കാനും കാര്യമല്ല, അവരെ കാര്യം പോക്കാണ്. കാരണം അവർ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ വേറെ തന്നെ. ഖുർആൻ 6666 ആയത്താണെന്നുള്ളതെന്നാ. എൻ്റെ മൂത്ത ഫോൺ നമ്പർ 6666 അന്നപ്പോൾ ഞാൻ മോനോട് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞ് ഇത് ഖുർആനിലുള്ള ആയത്ത് അത്ര. ഞാനും കേട്ടിക്കുന്നു. അന്നപ്പോൾ മോനോട് പ്രത്യേകം ചോദിച്ചത് അന്നപ്പോൾ അങ്ങനെയാണെന്ന്. ഇത് പറഞ്ഞിട്ടൊക്കെ ഒരു മുട്ടയൊക്കെ ലേലം ചെയ്യൽ, കളവ് പറഞ്ഞിട്ടാണ് ദീൻ നടത്തേണ്ടത്. ശരിക്കുള്ള ലീതിനാണെങ്കിൽ 73 സമൂഹമാവെന്ന് അറിഞ്ഞ് നബീൻ്റെ ഉമ്മത്ത്. അതിൽ 72 തള്ളപ്പെടും, ഒന്നേ നല്ലുള്ളൂ എന്ന് പറഞ്ഞു. അത് ഞങ്ങളാണ്. മുജാഹിദ് പ്രസ്ഥാനം സലഫികൾ എന്ന് പറയും. ഞങ്ങൾക്ക് പുതിയൊരു വേറൊരു പേരുണ്ട്, പുതിയ പേരല്ല, ആദ്യമുള്ള പേരാ. സലഫികൾ എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ എന്നാ. അതായത് നബിൻ്റെ കാലത്ത് എന്താ നടന്നത്, എന്താ നബിയും സാഹിബത്ത് എങ്ങനെ നടന്നത് അതുപോലെ നടക്കുന്ന ആൾക്കാരെന്നുള്ളതാ സലഫികൾ എന്ന്. ബലി 125 കൊല്ലമായിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ട്. കാരണം പറ്റ ഇസ്ലാം മതം ഇല്ലാണ്ടായപ്പോയപ്പോൾ സലാഹുദ്ദീൻ മക്തി തങ്ങൾ എന്ന് പറഞ്ഞ അയാളാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ഇത് അബൂജാഹിലിൻ്റെ മോന് ഇക്രിമത്ത് ഈ ബദർ യുദ്ധത്തിൽ അബൂജാഹിൽ മരണപ്പെട്ടപ്പോൾ ഇനി മുഹമ്മദിൻ്റെ ഇടയിൽ നിൽക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് പുരേന്ന് കിട്ടിയൊക്കെ എടുത്തിട്ട് കപ്പലിൽ കയറി. കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ എന്തായി, കപ്പൽ കാറ്റും കോളും വന്ന് മറിയാൻ പുറപ്പെട്ടപ്പം ഇത് ലാത്തയെ കാക്കണേ, മനാത്തയെ കാക്കണേ, ഇബ്രാഹിം നബിയെ കാക്കണേ, അങ്ങനെയൊക്കെ വിളിക്കൽ തുടങ്ങിയപ്പം പറഞ്ഞ് കപ്പിത്താൻ പറഞ്ഞ് നിങ്ങൾ അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റൂല, നേരിട്ടുള്ള പഠിച്ചവനെ വിളിക്കുകയെന്ന് പറഞ്ഞ്. അത് അന്നപ്പം അബൂജാലിൻ്റെ മോൻ ഇക്രിമത്ത് പറഞ്ഞ് അതല്ല മുഹമ്മദും പറഞ്ഞ്. പിന്നെ അവിടുന്ന് കപ്പലിൽ വെച്ച് അബൂജാലിൻ്റെ മോന് പഠിച്ചവനോട് പ്രാർത്ഥിച്ച്, പഠിച്ചവനെ ഇവിടെ നിന്ന് നീ രക്ഷിച്ചാൽ ഞാൻ മുഹമ്മദിൻ്റെ ഏരിയത്ത് പോയിട്ട് അവൻ്റെ മതം സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ പഠിച്ചവൻ രക്ഷിച്ച്. അങ്ങനെ അബൂജാലിൻ്റെ മോൻ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു നബീൻ്റെ ഏരിയത്ത് എത്തിയിട്ട് ഷഹാദത്ത് കൽമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ച് യുദ്ധം ചെയ്തായ ആളാണ് അബൂജാലിൻ്റെ മോൻ ഇക്രിമത്ത്. ഇതൊന്നും മൗലവിമാർ ആരോടും പറയൂല. മൗലവിമാർ ജനങ്ങളെ പേപ്പിക്കാൻ എത്രയുണ്ട് കയ്യെന്ന് അത്രയാണ് ഖുർആനിൽ പറയുന്നുണ്ട്. ആലിമീങ്ങളും പുരോഹിതവർഗവും ജനങ്ങളുടെ പണം അന്യായമായി തിന്നുന്നു. ജനങ്ങളുടെ പണം അന്യായമായി തിന്നുന്നു പറഞ്ഞാൽ ഇത് നല്ല പറഞ്ഞു കൊടുത്തിട്ട് തിന്നുകയാണെങ്കിൽ അന്യായമായി തിന്നുന്നു നല്ല പറയൂലല്ലോ. അള്ളാൻ്റെ ഖുർആനിലാണ്. പിന്നെ അക്കിജാവ് വർക്കത്ത്, അങ്ങനെ ഒരു അക്കിജാവ് വർക്കത്തും ഒരാൾക്കും അള്ളാഹ് കൊടുത്തതായിട്ട് ഏറെയും കാണില്ല. നബി ഖുർആനിൽ പറഞ്ഞ ഒരു അണുമണി തൂക്കം ഒരു കൈവ് ഒരാൾക്കും കൊടുത്തിട്ടില്ല എന്നാ. ഒരു അണുമണി തൂക്കം ഒരു കൈവും ഒരാൾക്കും കൊടുത്തിട്ടില്ല എന്നാ അള്ളാഹ് പറയുന്നത്. പിന്നെ ഒരു ഈത്തപ്പനത്തിൻ്റെ കുരുവിൻ്റെ മേലുള്ള പാട പോലും അനുഭവം ആക്കുന്നില്ല ഒരാൾക്കും.
അങ്ങനെ പറയുന്നത്. ഈസാ നബീനാണെങ്കിൽ ഖുർആനിൽ പറയുന്നത് ഈസാ നബീനെ മൈസറയിൽ വെച്ചിട്ട് അള്ളാഹ് ചോദ്യം ചെയ്യുന്നത് ഖുർആനിലുണ്ട്. അല്ല ഈസാ, നീ പറഞ്ഞിട്ടാണോ എൻ്റെ ഉമ്മനെയും എന്നെയും വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ എൻ്റെ കൗമിനോട് പറഞ്ഞിട്ടാണോ പറഞ്ഞതെന്ന് പറയും. ഈസാ നബി അല്ല പഠിച്ചോനെ, ഞാൻ പറഞ്ഞിട്ടില്ല, എന്നെ വിളിക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഖുർആനിലുണ്ട്. ഖുർആൻ എടുത്ത് നോക്കി, ഖുർആൻ നോക്കി. ഖുർആൻ നോക്കണ്ട, ഖുർആൻ നോക്കിക്കാണെങ്കിൽ നമുക്ക് പറ്റൂല. ഖുർആൻ എന്ന് പറഞ്ഞാൽ ബഹറാണ്, അത് നമ്മൾ മുങ്ങി മരിച്ചു പോവുകയുള്ളൂ എന്നാണ് മൂല്യന്മാർ പറയുക. എന്തിനാ ഇതിങ്ങനെ ജനങ്ങളെ പേപ്പിക്കാൻ നടക്കുന്നത്? നല്ല ആൾക്ക് ഈ കൊറോണയും ഇതൊക്കെ വരാൻ കൊറോണ മൂല്യാർ ഒരു മൂല്യാർ പറഞ്ഞ് നബീൻ്റെ മൂത്രം കുടിച്ചിട്ട് ഒരാൾ എന്തായിപ്പോയി, വയറ്റിൽ വേദന മാറിക്കണേ. നബീൻ്റെ മൂത്രം കുടിച്ച് നബി പറഞ്ഞ് തേൻ കുടിച്ചാൽ മൂത്രം വയറ്റിൽ വേദന മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുത്തന്നെ നബി പറഞ്ഞിട്ട് വയറ്റിൽ വേദന മാറിക്കുന്നേ. അങ്ങനത്തതൊക്കെയാണ്. നബീൻ്റെ മുടി വിറ്റിട്ട് പൈസ വാങ്ങുക. നബീൻ്റെ മുടി നബീൻ്റെ കാലത്തുള്ള ആൾക്കാർ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്ത് ഓരോരുത്തരും എടുത്തു വെച്ച് നബീൻ്റെ മുടി നഖം ഇതൊക്കെ ഓരോരുത്തരും എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ എടുത്തു വെച്ചിട്ട് എൻ്റെ മോനോട് പറയും, മോനെ നബീൻ്റെ മുടി ഇന്നടുത്തുണ്ട്, ഇൻ്റെത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ഒപ്പരം കബറിൻ്റെ ഉള്ളിൽ എൻ്റെ കഫംപടൻ്റെ ഉള്ളിൽ വെക്കണം, എന്നിട്ട് അത് വെച്ചിട്ട് ആണ് എന്നെ മറയണേന്ന് പറഞ്ഞു. അങ്ങനെ നബി മരിച്ച ഒരു 50 കൊല്ലം കഴിയുമ്പോൾക്ക് നബീൻ്റെ മുടിയൊക്കെ ഈ മണ്ണിൻ്റെ അടിയിലായി പോയിക്കുന്നത്. പിന്നെ മുടി വിറ്റ് പൈസ വാങ്ങാനൊന്നും മുടിയൊന്നുമില്ല. ജനങ്ങളെന്ത് പറഞ്ഞു കാണും കേൾക്കുന്ന ജനങ്ങളുണ്ടല്ലോ. AP ഉസ്താദിനോട് ചോദിച്ചാൽ മതി, 400 കൊല്ലമായിട്ടേ ഉള്ളൂ കുത്തുബിയത്ത് റാത്തീബ് മൗലൂദൊക്കെ വയനാട്ടിൽ തമിഴ്നാട്ടിലെ സദക്കത്തുള്ള കായൽപട്ടണത്തിൽ ജനിച്ച സദക്കത്തുള്ള ഖാദിരി ഉണ്ടാക്കിയതാണ് ഈ മൗലൂദും കുത്തുബിയത്തും റാത്തീബ്. കോഴിക്കോട്ടത്തൂറ തന്നിൽ പീർ എന്നവർ കോർവായി ഇതൊക്കെയും നോക്കിയെടുത്ത് കോഴിക്കോട്ടാൻ ഒരുത്തന് ഉണ്ടാക്കിയതും ഇതെല്ലാം കൂടി കൊണ്ടോട്ടി വെച്ചിട്ട് AP ഉസ്താദ് അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയപ്പോഴാണ് 400-ാം വാർഷികം കൊണ്ടാടിയത്. നമ്മളെ മത്തിന് 400 കൊല്ലം പോരാ, 1400 ചില്ലാണ് കൊല്ലമായി നമ്മളെ നബി മരിച്ചിട്ട്. ഖുർആനിൽ സൂറത്ത് മായിദയിൽ സൂറത്ത് മായിദ എന്ന് പറഞ്ഞാൽ 5-ാമത്തെ സൂറത്താണ്. 5-ാമത്തെ സൂറത്തിൽ 3-ാമത്തെ അധ്യായത്തിലാണ് അല്ലാഹ് പറയുന്നത് ഇസ്ലാം അതോടെ പൂർത്തീകരിച്ച് തന്നേന്ന്. അത് പറഞ്ഞതിന് ശേഷം ഒന്നും ഉണ്ടാക്കാനുള്ള ആവശ്യമില്ല. നമ്മളാരോ പറഞ്ഞാൽ പറയും ഞങ്ങളുടെ വാപ്പയും വാപ്പൻ്റെ വാപ്പയും ഏതൊന്നും ഉള്ളതാണോ അത് മതി ഞങ്ങൾക്ക് എന്നാ പറയുക. എന്താണെന്ന് വെച്ചാൽ അതും സൂറത്ത് മായിദ 104-ാമത്തെ അധ്യായത്തിൽ അള്ളാഹ് പറയാണ്. 104 ഖുർആനിലാണ് പറയുന്നത്, മുജാഹിദുകൾ പറയല്ല, ഖുർആനിൽ പറയാം 104. ഞങ്ങളെ പൂർവികന്മാർ ഏത് നിലവാരത്തിലോ കണ്ട് അത് മതി ഞങ്ങൾക്ക് എന്ന്. അത് അങ്ങനെ പോരാ, അള്ളാഹും റസൂലും പറഞ്ഞോണം കേട്ടാലേ സ്വർഗത്ത് പോവുള്ളൂ. സ്വർഗം എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടണ അങ്ങനെയല്ല. ഈ കൊറോണ ഉണ്ടായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഉരുളുപൊട്ടലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് എന്താ ഉണ്ടായത്? ഉരുളുപൊട്ടലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഈ ചെയ്തത് ഇത് മജിൽസ് നൂറ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടായി. അതുണ്ടാക്കിയതിന് ശേഷം പിന്നെയും ആസ്തിയുള്ളു വെട്ടുകയാണ്. ഇക്കുറി ഇപ്പം ഇതാക്കണ കൊറോണ ഉണ്ടായിക്കണേ. ഈ കൊറോണ ഒക്കെ ഉണ്ടാകുന്ന സമയത്തേക്ക് മക്കത്തും മദീനത്തുമൊക്കെ ഇത് ഉണ്ടാകുന്നതിന് മുന്നേ നബി തന്നെ ചെയ്തിരിക്കുന്ന. ഇപ്പോൾ അവിടെ ബാങ്കുണ്ട്, 4 മണിക്ക് ഒരു ബാങ്കുണ്ട്. ആ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക. അള്ളാഹിനോട് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹിനോട് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും അള്ളാഹ്. എന്നിട്ട് നബി പറഞ്ഞതാണ്, ഹദീസിലുള്ളതാ, ഖുർആനിലല്ല ഉള്ളത്, ഹദീസിലാണ് പറഞ്ഞത്. നബി പറയുന്നതും അള്ളാഹ് പറയുന്നതും നമുക്ക് സ്വീകാര്യമാണ്. അതിന് എൻ്റെ കൈ രണ്ടും നീട്ടിയിട്ട് അള്ളാഹ് നിൽക്കും, എന്നോട് എന്തോ ചോദിക്കാനുള്ളത് ചോദിച്ചോളി, നിങ്ങൾക്ക് ഇത് ഞാൻ തരും എന്ന് പറഞ്ഞു. അന്നപ്പോൾ നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, സൂക്കേടൊന്നും വരല്ലേ പഠിച്ചോനെ, എല്ലാ കാര്യങ്ങളും നിറവേറ്റി പഠിച്ചോനെ എന്ന് പറയാം. നബിക്ക് ഈ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ മക്കത്ത് രണ്ട് ഡോക്ടർമാർ വന്ന് ഈ സുക്കേടിൻ്റെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കുറേ രാജ്യങ്ങളൊക്കെ ഇതിൻ്റെ കീഴിലായപ്പോൾ കുറേ ആൾക്കാർ ആയി നിന്നപ്പോൾ ഈ 2 ഡോക്ടർമാർ വന്ന് 6 മാസം കഴിഞ്ഞിട്ടും ആർക്കും സുക്കേടില്ല. എന്നപ്പം ഒരു പറഞ്ഞ് ഇനി ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോട്ടെ എന്ന് പറഞ്ഞ് പോലെ ഇറങ്ങി മുറ്റത്ത് ഇറങ്ങിയപ്പോൾ മുതൽ പറഞ്ഞ് നിങ്ങൾക്ക് 6 മാസമായിട്ട് ആർക്കും എന്തിട്ടാ സുഖമില്ലാത്തതെന്ന് വെച്ച്. അത് ഞങ്ങൾ അള്ളാഹും നബിയും പറയും പോലെ കേട്ടിട്ടാന്ന് പറഞ്ഞ്. ഇപ്പം വയറ് നിറച്ചും തിന്നുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ ഒരു മൊയ്ലാറുണ്ട് എന്ന് പറഞ്ഞാൽ പീടികയിൽ പോയിട്ട് പറയും എല്ലില്ലാത്ത കഷ്ണം ഇറച്ചി തരണം, മൊയ്ലാറുള്ളതാണ് എന്നിട്ട് പള്ളർച്ചും തിന്ന് വയറ്റിന് ഒരു ആവി വിട്ട് ഒരു ഒഴിച്ചൊരു ചെല്ലിട്ടാണ് ഇറങ്ങുക.
ഇത് വയറിറച്ചി തിന്നരുതെന്നാണ് നബി പറഞ്ഞത്. നബിയായിട്ട് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നബി പറഞ്ഞിട്ടുണ്ട് എൻ്റെ സമൂഹം 73 ആവും, അതിൽ 72 തള്ളപ്പെടും, ഒന്നേ നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 72 തള്ളപ്പെട്ട കൂട്ടത്തിലാണ് നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ്. നിങ്ങൾക്ക് എത്രയോ പഠിച്ചോനുണ്ട്, ഈ കാണുന്നതിലൊക്കെ പഠിച്ചോനാ. ഈ ഇവിടെ എന്തെന്നാണ് പറയുക, ഈ മടവൂർ ഷെയ്ഖ് എന്നറിയും, സിയം വലിയുള്ള അള്ള കേൾക്കും പോലെ കാണും, അള്ള കേൾക്കും പോലെ കേൾക്കുമെന്നാണ് പറയുന്നത്. അന്തം അള്ളാൻ്റെ പോലെ വേറെ ആരുമില്ല എന്നാണ് കുൽഹുവല്ലാഹു സൂറത്തിൽ അള്ള പറയുന്നത്. അന്നപ്പോൾ അള്ളാൻ്റെ സ്ഥാനം ഒരാൾക്ക് കൊടുത്താൽ ഓല അള്ളായി, മൊയ്തീൻ ഷെയ്ഖ് അള്ളായി. എത്ര അള്ള ഉണ്ടെന്ന് വെൽക്കുന്ന തന്നെ ഓർമ്മയില്ല, കണക്കൂട്ടിയൊക്കെ അല്ലേ. ചെല്ലിനടുത്തൊക്കെ ഓരോരോ ഔലിയാക്കന്മാരാണ്. കുപ്പുസ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അത് തമിഴ്നാട്ടുകാരനാണ്. ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് കൂടിയതാ. എവിടെ വന്ന് കൂടി? ഗുരുവായൂർ അവിടെ കൂടി ആടുന്ന് പ്രസാദവും മാറ്റി തിന്ന് നല്ല കൂടി നിൽക്കാനും. അന്നപ്പോൾ ഉണ്ട് ഒന്ന് ലേശം കഞ്ഞിവെള്ളം കുടിക്കാൻ അടുത്ത വീട്ടിൽ ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ പോയി വെള്ളം കുടിക്കാൻ പോയി, കഞ്ഞിവെള്ളം കുടിച്ച് ആടെ കുത്തിയിരുന്നപ്പോൾ മരിച്ചുപോയി. അതിനെല്ലാം കൂടി എടുത്ത് കൊണ്ടുപോയിട്ട് ആടെ പോയിട്ട് ജാറും കെട്ടി എല്ലാം കൂടി ആക്കി തമിഴ്നാട്ടിൽ നിന്ന് വിവരം അറിഞ്ഞ ആൾക്കാർ വന്നപ്പോൾ ഇവിടെ ജാറായി. ഇത് താമരശ്ശേരി ഇവിടെ ഉണ്ട് ഒരാൾ, എടാ കോരങ്ങാട് ഉണ്ട് ഒരു മക്കാമ്. എന്താ മക്കാമിൻ്റെ പേര്? അത് തുണി ഉടുക്കാണ്ട് നടന്നതാ. ഈ തുണി ഉടുക്കാണ്ട് നടക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്നിട്ട് പോലീസുകാർ പെണ്ണുങ്ങൾ കേസ് കൊടുത്തിട്ട് പോലീസുകാർ പെറ്റീഷൻ എഴുതി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലാക്കി. അന്നപ്പം ഇവിടെ ഉള്ള ആൾ ഈ പറയുന്ന സ്ഥലത്തുള്ള ആളുണ്ടല്ലോ, അതാൾ പോലീസ് സ്റ്റേഷനിൽ വരേണ്ട ആവശ്യമുണ്ടായി. കോരങ്ങാടുള്ള ഒരു ആചാര് ഇന്നൊരു കേസുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അയാൾ വന്നു നോക്കുമ്പോൾ ഈ ആൾ പോലീസുകാർ പറഞ്ഞു, ഈ ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിച്ചിലാക്കി തന്നാൽ ഞങ്ങളെ കേസ് ഞങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ഒരു കേസ് തീരല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇയാൾ അതിനെ കൂട്ടി കാറ് കയറ്റി പുരയെ കൊണ്ടുപോയി 1 ദിവസം 2 ദിവസം കഴിയുമ്പോൾ ഇത് മരിച്ചുപോയി. എന്നാൽ പോയി ജാറ് മുട്ടി. അതിന് നേർച്ച ആടെ പോയി നേർച്ച തരാം. ഈ ആരെങ്കിലും എന്താണെന്നുള്ളതൊന്നും നോക്കില്ല. ഇത് നബി പറഞ്ഞ് നിൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ പഠിച്ചോനെ, ഉത്സവ പറമ്പാക്കല്ലേ പഠിച്ചോനെ. നബിക്ക് ഭരണം കിട്ടിയപ്പം നബീൻ്റെ മോളെ കെട്ടിയ അലിയാർ തങ്ങളോടാണ് നബി പറഞ്ഞത്, പൊന്തി നിൽക്കുന്ന ഒരു ഖബറും നിരപ്പാക്കാതെ വിടരുതലിയെന്ന്. അന്നപ്പം നബിക്ക് ഭരണം കിട്ടി കഴിഞ്ഞിട്ട് എല്ലാ പൊന്തി നിൽക്കുന്ന അന്നൊക്കെ ഖബർ ഉണ്ടായിരുന്നു. സിയാക്കളെ വിശ്വാസമാണ് ഇവിടെ കൊണ്ടാക്കുന്നത്. സിയാക്കൾ മുസ്ലിങ്ങളല്ല, അള്ളാഹു വിശ്വസിച്ചിട്ട് നബിയിൽ വിശ്വസിച്ചില്ലേ. നബീൻ്റെ മോളെ കെട്ടി അലിയാർ തങ്ങളിലാണ് വിശ്വസിച്ചത്. അലി വലിയുള്ള എന്നാണ് പറയുക. മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവർ പറയുകയെല്ലാം ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് വെൽക്കുന്നുണ്ട്. ഒന്നും അവരത് സ്വീകരിക്കില്ല. കാരണം ശിർക്ക് ചെയ്യുന്നവൻ്റെ ഒരമലും സ്വീകരിക്കില്ല എന്നാണ് നബിനോട് അള്ളാഹ് വിളിച്ച് പറഞ്ഞു. നബിയെ, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ നിങ്ങളെ അമല് പൊളിഞ്ഞു പോകുന്നു. പിന്നെ നമ്മളത് പൊളിഞ്ഞു പോകുമോ? ഖുർആനിൽ 69-ാമത്തെ സൂറത്തിൽ 44-45 അള്ളാഹ് പറയാ നബിനെ വിളിച്ചിട്ട്, നബിയെ ഞാൻ പഠിപ്പിച്ചതല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും ദീനിൽ കടത്തിക്കൂട്ടിയാൽ നിങ്ങളെ ജീവനാടി ഞാൻ മുറിച്ച് കളയും. ആര് ജീവനാടി? നബി തങ്ങളെ ജീവനാടി അള്ളാഹ് മുറിച്ച്. നബി ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. ഇവിടെയുള്ള ആൾക്കാർ നബിനെക്കാളും വലിയ ആൾക്കാരാ, മുല്ലാമാരായി തങ്ങന്മാരായി. ഓല് പറയും പോലെ കേട്ട് നടക്കുക ആകുക. ഓല് പറയുന്നത് ശരിയെന്ന് പറഞ്ഞിട്ട് ശരി. ഖുർആനും ഹദീസും നോക്കുക. ഖുർആനിൽ എന്താ പറഞ്ഞതെന്നുള്ളത് ഞാനൊരു ഖുർആൻ്റെ പരിഭാഷ കൊടുത്തിരുന്നു. ആ ഖുർആൻ്റെ പരിഭാഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ പുരയിൽ വേറെയുണ്ട് ഖുർആൻ്റെ പരിഭാഷ, എൻ്റെ മോളെ അറബി കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്, ഞാൻ നോക്കട്ടെ നിങ്ങളതാണോ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം കുറേ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ്, നിങ്ങളതാണ് ശരിക്കുള്ള ഖുർആൻ്റെ പരിഭാഷ എന്ന് പറഞ്ഞു. ഇത് എൻ്റെ ഏരിയത്തിലുള്ള ഖുർആൻ്റെ പരിഭാഷ ഇതാണ്, ഇത് കൊടുത്താൽ ആരും സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിട്ട് കോഴിക്കോട് വലിയ കാലം എംപിച്ചിക്കോയെ തങ്ങളെ ഖുർആൻ്റെ പരിഭാഷയാണിത്. ഇതും കൊണ്ടാണ് ഞാൻ ആൾക്കാരുടെ ഇടയിൽ കേൾക്കുന്നത്. ഇപ്പം എന്നെക്കൊണ്ട് നടക്കാനാകാഞ്ഞിട്ട് ഞാനിപ്പം ഇത് പറയാനായിട്ട് വന്നതാ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുക്കൊന്നും ഞാൻ പറഞ്ഞിരുന്നു, സുന്നികൾ എന്ന് പറഞ്ഞ് ഇത് എ പി സുന്നി, ഇ കെ സുന്നി എന്നൊക്കെ പറഞ്ഞെന്നല്ലാണ്ട് അത് സുന്നികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓല് തെറ്റുപറ്റിപ്പോയതാ. സുന്നികളല്ല ഓല്. സുന്നികൾ എന്ന് പറഞ്ഞാൽ മുജാഹിദുകളാണ്, സുന്നത്തെടുക്കുന്നവർ. ഒരു മുജാഹിദോട് ഞാൻ ചോദിച്ചു, മുജാഹിദേ നിങ്ങൾ ഇതുണ്ടാണല്ലോ, ഞാൻ 10 കൊല്ലം മുമ്പ് ഉള്ള ഫോട്ടോ ആണിത്, എൻ്റെ ഫോട്ടോതാ. അതായത് മുടിയും താടിയും ഒന്നും ഇല്ലാത്ത ഫോട്ടോ കണ്ടില്ലേ, ഇതിൽ നോക്കിയാൽ കാണാം. അത് എന്താണെന്ന് വെച്ചാൽ 10 കൊല്ലം ഞാൻ മുന്നേ അങ്ങനെ ആയിരുന്നു. ഇതിലേക്ക് മുജാഹിദിലേക്ക് വന്നപ്പോൾ എന്താ കേട്ട് നബി മുടി താടിയില്ലാത്ത പോലെ മുഖത്തൊക്കെ നോക്കി നബി സംസാരിച്ചിട്ടില്ല എന്നാ. താടിയില്ലാത്ത പോലെ കൊണ്ട് പറയല അന്നുള്ള മജൂസികളിൽ നിന്നാ. നബീൻ്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജാഹിൽ വരെ താടി നീട്ടിക്കിന്.
എന്താ നിങ്ങൾക്ക് താടി നീട്ട പറ്റായ? കാരണം മജൂസികളിൽ നിന്ന് നബീൻ്റെ കാലത്ത് തന്നെ ഒരു സഹാബത്തിന് വെറും 3 രോമമല്ലായിരുന്നു. ആ 3 രോമ ആയിട്ട് നബീൻ്റെ എരിയത്താടെ നിന്നപ്പോൾ നബി ഇത് കണ്ടപ്പം എല്ലാവർക്കും നല്ല താടിയുണ്ട്, ഇവന് മാത്രം 3 രോമം മാത്രം നീളമുണ്ട്. അന്നപ്പം നബി ചോദിച്ച്, നബി പുഞ്ചിരിച്ചിട്ട് ഇവൻ്റെ മുഖത്തൊക്കെ നോക്കി പുഞ്ചിരിച്ച്. അന്നപ്പോൾ മുഴുവൻ വിചാരിച്ച് ഇവന് വേറെ എല്ലാവർക്കും നല്ല താടിയുണ്ട്, ഇവന് മാത്രം 3 മുടിയായിട്ട് ഈ നബി പുഞ്ചിരിച്ചതാണ്, അതുകൊണ്ട് കണ്ടിട്ട് ചിരിച്ചതാണെന്ന് വിചാരിച്ച്. ഇപ്പം പിറ്റേന്ന് പോയിട്ട് എന്ത് ചെയ്ത് ആ 3 വെട്ടിയിട്ടാണ് വന്നത്. പിന്നെ നബി അവൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ടില്ല. കാരണം 3 രോമത്തുമ്പോൾ കൂടിയ മലക്കൾ ഊഞ്ഞാലളിക്ക് കളിക്കുന്നത് നബി കണ്ടിട്ട് ആണ് നബി ചിരിച്ചത്, അല്ലാതെ 3 രോമമായിട്ട് ചിരിച്ചതല്ല. അവന് ഓർമ്മ നബി പറഞ്ഞിട്ടുമില്ല. മലക്കൾ പറഞ്ഞതെന്ന് വെച്ചാൽ നബിക്ക് അള്ളാഹ് അറിയിച്ച് കൊടുക്കുന്നതല്ലാതെ കണ്ടിട്ട് പ്രത്യേക ഒരു കഴിവായിട്ട് പഠിച്ചോനില്ല. ഹക്ക് ജാവ് വർക്കത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരില്ല. നബിയെ കാക്കണേ, മലപ്പുറം ജില്ലയിലുണ്ട് ഒരു സലാത്ത് നഗറിൽ, അതിൽ പറയാ നബിയെ നിങ്ങൾ കാക്കണേ, ഞങ്ങളെ കാക്കണേ, രക്ഷിക്കണേ പഠിച്ചോനെ. ആ പഠിച്ചോനെ വിളിക്കുകയാണ് നബീനെ തന്നെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ വേറെ കേസറ്റിൻ്റെ അകത്ത് കേട്ടതാ. അന്നപ്പം ഒരു തങ്ങളാണ് വിളിക്കുന്നത് മുന്നിൽ നിന്നിട്ട്. ആ തങ്ങളിപ്പം മരിച്ചു പോയി എന്നാണ് തോന്നുന്നത്. ആ തങ്ങളാ പറയുന്നത് നബിയെ കാക്കണേന്ന്. നബീനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, നബീൻ്റെ കൈബത്തിൻ്റെ അവിടെ വെച്ചിട്ട് വിളിക്കാൻ പറ്റില്ല. അത് ശിർക്കാണ്. ശിർക്ക് അള്ളാഹനല്ലാതെ വേറെ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ശിർക്കാണ്. ശിർക്ക് ചെയ്തോന് സ്വർഗം ഹറാമെന്ന് പറഞ്ഞത്, സ്വർഗത്തിൽ കിടക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഒരുത്തൻ പറഞ്ഞിരിക്കുകയാണെങ്കിലും അള്ളാഹും നബിയിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ, നിസ്കരിച്ചാലും നോമ്പ് വെച്ചിട്ടില്ലെങ്കിലും ഓൻ എത്രയോ 1000 കൊല്ലം കഴിഞ്ഞാലും ഓനെ സ്വർഗത്തിൽ, ഓന് തെറ്റ് ചെയ്തതിന് നരകത്തിലിട്ടിട്ട് ഓനെ ലാസ്റ്റ് സ്വർഗത്തിലിടും. ശിർക്ക് ചെയ്തവൻ സ്വർഗം ഹറാം, അതിലേക്ക് കടത്തൂലെന്നാ അള്ളാഹ് പറയുന്നത്. അള്ളാഹ് പറയുന്നതിനേക്കാളും വലിയ പറയുന്ന ആൾക്കുണ്ട്. അക്കിജാവ് വർക്കത്ത്, അങ്ങനെ ഒരു അക്കിജാവ് വർക്കത്ത് ആർക്കും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ട് നബീൻ്റെ കഴുത്തിൽ കുടൽമാല, ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല നബീൻ്റെ കഴുത്തിലിട്ടിക്കുന്നത്. നബീൻ്റെ കഴുത്തിലാകെ ഇടുമെന്ന് വിചാരിച്ചാൽ നബി അവിടെ പോയി നിസ്കരിക്കാൻ പോകില്ലല്ലോ. നബിക്ക് മുൻകൂട്ടി അങ്ങനത്തെ ഒരു അക്കിജായ വർക്കത്ത് നബിക്കുണ്ടെങ്കിൽ ചിന്തിച്ചൂടെ? ബുദ്ധി തന്നത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ചിന്തിച്ച് നോക്കുക. വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നബീൻ്റെ ഇവിടെ നിന്നൊന്നും മക്കത്തു നിന്നൊന്നും നബിക്ക് തൗഹീദ് പറഞ്ഞിട്ട് ആളില്ലാഞ്ഞിട്ട് എറിയുകയും വാഴുകയും ഒക്കെ ചെയ്ത്, എന്നിട്ട് സ്വന്തം ഉമ്മൻ്റെ നാട്ടിൽ പോയി നോക്കി. ഉമ്മൻ്റെ നാട്ടിൽ പോയി നോക്കിയിട്ട് അങ്ങോട്ട് പോയടത്തുനിന്ന് കല്ലേറ് കെട്ടി പായേണ്ടി വന്നാ. ഉമ്മൻ്റെ നാട്ടിൽ പോയാൽ എനിക്ക് ഏറ് കിട്ടും, ആടുന്ന് പായേണ്ടി വരും, തൗഹീദ് പറയാനൊന്നും എനിക്ക് പറ്റൂല എന്ന് നബിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നബിക്ക് അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നതൊക്കെ ഓർമ്മ ഉണ്ടാവും. മദീനത്ത് പള്ളി അടിച്ചു വാരിയ ഒരു സ്ത്രീ ഇന്നലെ മരിച്ച് ഇന്നലെ മറിയത് നബി അറിഞ്ഞിട്ടില്ല. നബി മദീനത്തുണ്ട്, അറിഞ്ഞിട്ടില്ല. അതേ സമയത്ത് എത്യോപ്യയിലുള്ള രാജാവ് മരിച്ചിട്ട് നബിക്ക് അള്ളാഹ് അറിയിച്ചു കൊടുത്ത്, നമ്മളെ രാജാവ് മരിച്ചിട്ടുണ്ട്, അയാളെ സ്വന്തം നാടല്ലാത്ത വേറെ രാജ്യത്ത് വെച്ചിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് മദീനത്ത് വെച്ചിട്ട് നബിയും സാഹിബത്തും മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നതല്ലാണ്ട് പിന്നെ കാണുന്നത് എന്താ? മുയ്ജിസത്താ. അത് സമയത്ത് അള്ളാഹ് കാണിപ്പിച്ചു കൊടുക്കുക. മൂസാ നബിയും കൗമും കൂടി ഫിർഔന്റെ കൊട്ടാരത്തിന് ഇറങ്ങി പോകുന്നിട്ട് വയ്യേക്ക് ഫിർഔനും കൂട്ടനും പോയി. എരിയത്തെത്തി കടലിൻ്റെ എരിയത്തെത്തിപ്പോയി. വയ്യ തെറ്റിപ്പോയി, അങ്ങോട്ടാണ് പോകേണ്ടിയെന്ന് ഓർമ്മയില്ലാണ്ട് അങ്ങ് പോയിട്ട് കടലിൻ്റെ എരിയത്തെത്തിപ്പോയി. അന്നപ്പോക്ക് കടലാണോന്നൊന്നും ഓർമ്മയില്ല. ആടെ എത്തിയപ്പോഴാണ് കടലിൻ്റെ എരിയത്തൊക്കെയാണ് നമ്മൾ എത്തിയത്, നമ്മളെങ്ങോട്ടല്ലേ പോകേണ്ടത്. എത്തിയപ്പോക്ക് വരാനും കൂട്ടനും ബേക്കൽ. അന്നപ്പോൾ മൂസാ നബീൻ്റെ കൗമ് പറഞ്ഞ് മൂസാ നബീനോട്, അല്ല മൂസേ നമ്മളിപ്പോൾ പിടിക്കപ്പെട്ടത് എന്നാന്ന് പറഞ്ഞ്. അന്നപ്പോൾ മൂസാ നബി പറഞ്ഞ് എൻ്റെ ഒപ്പം എൻ്റെ അള്ളണ്ട് എന്ന് അത്രേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഒപ്പം എൻ്റെ കയ്യിലൊരു വടിയുണ്ട്, ആ വടിയോട് തച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെന്ന് പറഞ്ഞില്ല. അന്നപ്പോൾ പഠിച്ചോൻ പറഞ്ഞു, മൂസേ എൻ്റെ വടി കൊണ്ട് കടയിൽ നിന്ന് അടിക്കാൻ പറഞ്ഞു. അടിച്ചപ്പം നീണ്ട് അതിൽ വയ്യായിട്ട് പോയി, അപ്പുറം കടന്ന് ഫിർഔനും കൂട്ടരും വന്ന് എന്തായി അതിൽ മുങ്ങി മരിച്ചുപോയി. അന്നപ്പം ഓരോരോ സമയത്ത് കൊടുക്കുന്നതാണ് ഈ മുയ്ജിസത്ത് എന്നല്ലാണ്ട് അക്കിജാവ് വർക്കത്തോ വേറൊരു വർക്കത്തോ ഒന്നും ഒരാൾക്കും കൊടുത്തിട്ടില്ല. നബി ആദം നബി വരെ ശിർക്ക് എതിർക്കുന്നതാണ് അവർ പറയുന്നത്. കാരണം ആദം നബീൻ്റെ എരിയത്ത് പോയിട്ട് ആദം നബി സ്വർഗത്തിന് പുറത്താക്കിയപ്പോൾ ആദം നബി നബീനെ ഇവിടെ കണ്ട് എന്താ ഒരു എലമലൊറ്റ നബീൻ്റെ പേര് കണ്ട് ആ നബീനെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്ന്. നബീനെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് കിട്ടിയെന്ന് കഴിച്ചില്ലായെന്ന് വെച്ചാൽ നൂഹ് നബീൻ്റെ കാലത്ത് വദ് സുവാദ് നെസറ് യൗക്ക്
5 ഔലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് വെള്ളം പൊങ്ങി എല്ലാത്തിനും മരിപ്പിക്കാനുള്ള കാരണം എന്താ? ഓലും പ്രാർത്ഥിച്ച് ഔലിയാക്കന്മാരെ തന്നെ വിളിച്ചത്. നബിൻ്റെ അല്ലെങ്കിലും നബി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ആയത്തുൽ കുർസിൻ്റെ അകത്ത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനാണെന്ന്. നബി പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത്. പഠിച്ചോനൊന്നും ആക്കാൻ പാടില്ല, എന്നാലും അവർക്ക് ആരെയും വിടാൻ പാടില്ല. അള്ളാഹനല്ലാത്ത പോലെ വിളിച്ച് പ്രാർത്ഥിച്ചാലല്ലേ ഏതെങ്കിലും കായിട്ടു. ഈ ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നോമ്പില്ല. ആ നോമ്പൊക്കെ ഉണ്ടാക്കിയത് ആരാ? ഇവരാണ് സമസ്തക്കാർ. അതെന്തിനാ? പണ്ടത്തെ കാലത്ത് ഒരു വേജ മുക്കാൽ എന്ന് പറഞ്ഞിട്ട് ഒരു മുക്കാൽ കിട്ടും പള്ളിയിൽ മദ്രസയിൽ പോകാൻ കുട്ടികളെ പഠിപ്പിക്കാൻ. പിന്നെ ഈ ബറാത്തിൻ്റെ നോമ്പിനന്ന് ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞ ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിന് 3 യാസീൻ ഓതുക, അന്ന് കയ്യുമ്പോലെ കയ്യ, അങ്ങനെ ഒരു നോമ്പും കാര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് ഇവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നബി അങ്ങനെ ഒരു നോമ്പ് ഉണ്ടാക്കിയിട്ടില്ല. നബി ഉണ്ടാക്കിയ ഞാൻ ജനിച്ച തിങ്കളാഴ്ചയാണ്, അന്ന് സുന്നത്ത് നോമ്പ് വിൽക്കാനാണ് പറഞ്ഞത്. പിന്നെ എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് വിൽക്കാനാണ് പറഞ്ഞത്. പിന്നെ എല്ലാ മാസവും 13, 14, 15 അയ്യാമുൽ തശ്രീഖ് എന്ന് പറഞ്ഞിട്ട് 3 നോമ്പ് വിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുർമത്താറ് നോമ്പ് 30 കുർമത്താറ് നോമ്പ് നോറ്റാൽ ഒരു കൊല്ലം നോമ്പ് നോറ്റ കൂലിൻ്റെ എന്ന് പറഞ്ഞ് ഒരു മൊയ്ലാരോട് ഞാൻ ചോദിച്ച്, കുർമത്താറ് 3 നോറ്റപ്പം ചോദിച്ച്, അന്ന് ഉസ്താദ് നോമ്പ് നോറ്റിക്കുന്നതെന്ന് ചോദിച്ച്. നോമ്പൊന്നും നോറ്റിയില്ല, ആവതില്ലാത്ത പോലെ മാതിരി പറഞ്ഞു. ഞാൻ നോമ്പൊന്നും നോറ്റിയില്ല എന്ന് പറഞ്ഞു. അന്നപ്പോൾ ആവതില്ലായിട്ടായിരിക്കും വിചാരിച്ചുള്ള ഞാൻ അങ്ങനെ നെൽക്കൂടി നിന്ന്. പിന്നെ ഞാൻ ചോദിച്ച്, ബറാത്ത് നോമ്പ് സുന്നത്തുണ്ടോയെന്ന് ചോദിച്ചു. ബറാത്ത് നോമ്പ് സുന്നത്തില്ലാണ്ടേന്ന്. കാരണം നബി പഠിപ്പിച്ചതൊന്നും അവർക്ക് സുന്നത്തില്ല. തലവറക്കൽ സുന്നത്തില്ല. ഞാൻ ഹജ്ജിന് പോയതാണ്. ഞാൻ എൻ്റെ വാപ്പ 5-ാം വയസ്സിൽ 5 വയസ്സിൽ വാപ്പനൊപ്പം നിന്ന് മൗലൂദ് ഓതലുണ്ട്. ഞാൻ മൊയ്തീൻ ഷെയ്ൻ്റെ പേരിലൊക്കെ അന്നപ്പോൾ അന്ന് മുതൽച്ച് ചെയ്തതാണ്. ശിർക്കാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ സ്ഥലം വിറ്റിട്ട് ഞാൻ പോയിട്ട് ഹജ്ജിൻ്റെ സ്ഥലത്ത് ആടെ മക്കത്ത് പോയിട്ട് പഠിച്ചോനോട് പറഞ്ഞു, പഠിച്ചോനെ ഞാൻ ഒരുപാട് ശിർക്ക് ചെയ്ത് പോയി, പഠിച്ചോനെ എനിക്ക് പുറത്തുകൊണ്ടേ, പഠിച്ചോനെ എനിക്ക് പുറത്തുനിന്നില്ല, ഞാൻ നരകത്തിലായി പോകുക, പഠിച്ചോനെ ഖുർആനിൽ അങ്ങനെയാണ് പറയുന്നത് പഠിച്ചോനെ എന്ന് പറഞ്ഞ് പഠിച്ചോനോട് പറഞ്ഞു, എനിക്ക് സ്ഥലങ്ങളൊന്നുമില്ല, ചെറിയൊരു ഓടട്ടെ ഈ കട്ടപ്പുര മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് സ്ഥലമോ കാര്യങ്ങളോ വേറൊന്നുമില്ല. എൻ്റെ മോൻ നയിച്ചിട്ട് വേണം എനിക്ക് കഴിയണമെങ്കിൽ. മോനാണെങ്കിൽ 5-6 മക്കളും 2 പെണ്ണുങ്ങളും ഉണ്ട്. ഒരു ദിവസം ഇവർ 2 വാഹനമുണ്ട്, 2ഉം പഴയതാ. വാഹനത്തിൻ്റെ പേര് പറയാൻ കാരണം പഴയതാ, കാരണം റെഡി പൈസ കൊടുത്ത് വാങ്ങിച്ചതാ. 40,000 ഉറുപ്പ്യ കൊടുത്തിട്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങി, 4 ആളോട് വായ്പ അടിച്ചിട്ടാ, 4 ചേക്കായ്മാരോട്. അത് പിന്നെ കൊടുത്ത് വീടി. പിന്നെ ബൈക്കാണെങ്കിൽ ചെറിയ പൈസക്ക് പഴയത് മേടിച്ചതാ. ഇതിനെന്നും ചികിത്സാണ്. എൻ്റെ മക്കൾക്കും മോനും എല്ലാവർക്കും ചികിത്സ, എനിക്കും ചികിത്സക്ക് പോകാൻ തരണം. എന്നപ്പോൾ എൻ്റെ ചികിത്സക്ക് പൈസ ഇല്ലാണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അത്ര വിഷമിച്ച് നിൽക്കുന്ന ഞാനാണ്. എന്നിട്ടും ഇതിവിടെ വന്ന് പറയുന്നത് എന്താ അറിയാൻ കാരണം, ഇത് കേട്ടിട്ടെങ്കിലും ആൾക്കാർ നന്നാകട്ടെ എന്നതിലേക്ക് മനസ്സിലായിട്ട് ഖുർആനിലേക്ക് നോക്കുക. ഖുർആനും നബീൻ്റെ ശരിയായ ഹദീസും. കള്ള ഹദീസ് എത്ര ഉണ്ട്? കാരണം തലമറിച്ചിട്ട് തലമറിച്ച് കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിരിക്കുകയാണെങ്കിൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലി ഉണ്ട് എന്നുള്ള ഹദീസൊക്കെ ഉണ്ടാക്കിന്. അങ്ങനെ ഒരു ഹദീസില്ല. ഉണ്ടെങ്കിൽ തന്നെയും നബി ഹജ്ജിന് പോയിക്കാണ് ഇറാൻ കെട്ടിക്കഴിഞ്ഞാൽ, ഇറാൻ കെട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ തല മറക്കാൻ പാടില്ല. തല മറിച്ചിക്കുകയാണെങ്കിൽ ഹജ്ജും കിട്ടൂല, ഉംറയും കിട്ടൂല. ഇറാൻ കെട്ടാണ്ട് തവാബ് ചെയ്യുക. എന്നപ്പോൾ നബീൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എവിടെയും പോകണമില്ല. നബി തല മറിച്ചിക്കുന്നത്. അപ്പോൾ നമുക്ക് തല മറക്കാൻ തെറ്റൊന്നുമില്ല. കാരണം അധികം ആൾക്കാരും തല മറക്കാത്തവരാണ്. ആദം നബി മുതൽച്ച് ആദം നബീൻ്റെ മക്കളാണ് നമ്മളൊക്കെ, ഹിന്ദുക്കളും മുസ്ലിമുകളും എല്ലാവരും. നമുക്ക് ഒരാളോട് വൈരാഗ്യമല്ല. പറവൂർ വെച്ചിട്ട് 40-40 ആൾക്കാരെ BJPക്കിൻ്റെ ആൾക്കാർ നോട്ടീസ് കൊടുത്തിട്ട് എഴുതിയിട്ട് ഞങ്ങൾ ജാഥ നടത്തുക, വേറെന്തൊക്കെ ചെയ്യുക, മുദ്രാവാക്യം വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അത് വാട്സപ്പിൽ ഇട്ടിട്ട് എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുക എന്നല്ലാണ്ട് ഒരാളെ ദ്രോഹിക്കുന്ന ഒരു റോഡ് ബ്ലോക്കാക്കുന്ന സംഗതി നബി പഠിപ്പിച്ചില്ല. നബി എന്താ പഠിപ്പിച്ചത്? അള്ളാഹ് എന്താ പഠിപ്പിച്ചത്? അത് മാത്രമേ ഞങ്ങളെ കൈവശമുള്ളൂ. അതുപോലെ ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ കണ്ടിട്ട് വേറൊരു സ്വന്തമായിട്ട് അഭിപ്രായമല്ല. നബി എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സ്വീകരിക്കുക. ഇവിടെ ഉണ്ട് യമനിൽ ഒരു കർണിഗോത്രക്കാരന് ഒരുത്തന് ആടിനെ മേയ്ക്കുന്നവനാണ്. അവൻ്റെ വാപ്പ മരിച്ചു പോയി നോക്കുമ്പം ഉമ്മ പറഞ്ഞ് വാപ്പ മരിച്ചു പോയപ്പം അവൻ ഇസ്ലാം മതം സ്വീകരിച്ച് നബിനെ കാണാൻ ഇത്ര ആഗ്രഹമുണ്ട്. അന്നപ്പോൾ ഇയാൻ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, ഉമ്മനെ നോക്കേണ്ട കടമായിട്ട്.
ഉമ്മ വയസ്സായ ഉമ്മാണ് ഉമ്മനെ നോക്കേണ്ടിയിട്ട് അവൻ അവിടെ നിന്നിട്ട് ഉമ്മനെ നോക്കി. അന്നപ്പോൾ നബി മരിക്കാനല്ല ആയപ്പോൾ നബി പറഞ്ഞ് ഇങ്ങനെ ഒരാൾ വരും ഇവിടെ വന്നാൽ അയാളോട് എൻ്റെ പേരിൻ്റെ എന്നോട് മറന്നുപോയി, കർണികോത്തക്കാരനാണ്, യമനിലുള്ള ആളാണ്, അയാൾ വന്നിക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിച്ചവനോട് ദ്വാരക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖും മരിച്ചു. പിന്നെ ഉമർ ഖത്താബിൻ്റെ കാലത്താണ് വന്നത്. ഉമർ ഖത്താബിൻ്റെ കാലത്ത് ഹജ്ജിന് വന്നപ്പം യമനി ഗോത്രക്കാരന് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് നടന്ന് ഇയാൾ കണ്ടുപിടിച്ച് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞപ്പം അയാൾ പറഞ്ഞ് ഞാൻ വെറും ആട്ടിടയനാണ്, എൻ്റെ ആണോ നബി പറഞ്ഞിട്ട് നിങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹിനോട് ദ്വാരക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് അതുവരെയും അത്രയും നബി എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അതനുസരിക്കുന്ന ആൾക്കാരാണ്. നമ്മളിപ്പം ഇന്ന് വരെ തെറ്റ് ചെയ്ത് എപ്പോഴാണ് മരിക്കാൻ നമുക്കറിയില്ല, നാളെ മരിക്കരുത് മറ്റന്നാളെ മരിക്കരുത്. ഇന്ന് നമ്മൾ ഷഹാദത്ത് കൽമ ചൊല്ലി പടച്ചോനെ ഞാനൊരുപാട് തെറ്റ് കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, പടച്ചോനെ ശിർക്ക് ചെയ്ത് പോയിക്കരുത്, എന്ത് തെറ്റ് ചെയ്താന്ന് അള്ളാഹ് പുറത്തു തരും. അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. പൊറുക്കലിനെ തേടാണ്ട് നമ്മൾ മരിച്ചു പോയാൽ നരകത്തിലായി പോകും. അത് ഇവിടെ കിഴക്കുന്ന് ഉദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൗബ സ്വീകരിക്കൂല. അമേരിക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയുള്ള ആൾക്കാർ കണ്ടുപിടിച്ചിന് കിഴക്കുന്ന് ഉദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറിന് ഉദിക്കുമെന്ന്. ആ പടിഞ്ഞാറിന് ഉദിക്കുമെന്ന് കണ്ടതിന് ശേഷം അവരുടെ ഉള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഇസ്ലാമിലേക്ക് വരിക. ഈ സദ്യ കൊടുത്ത് നടക്കുന്ന പെണ്ണുങ്ങളൊക്കെയാണ്. 100 ആൾ വരികയാണെങ്കിൽ 65% പെണ്ണുങ്ങളാണ് വരുന്നത്. ഒന്നും ഉടുക്കാണ്ട് നടന്ന ആൾക്കാർ പർദ്ദട്ട് ഇസ്ലാമിലേക്ക് വരികയാണ്. ജസില എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഇതിൻ്റെ അടുക്ക് നമ്മളെ ഇസ്ലാം മതത്തിൽ നിന്ന് പോയിട്ട് ഒരു ഹിന്ദു മതത്തിലേക്ക് ചേർന്നിക്കുന്നു. ഓക്ക് ആരോ എന്തോന്ന് ചെയ്ത് അതായിപ്പോയി ഖുർആനെ പറ്റി കുറേ കുറ്റം പറഞ്ഞ് നബിനെ കൊണ്ട് കുറ്റം പറഞ്ഞ് അങ്ങനെ ആയാലും എങ്ങനെ ആയി. ഇവിടെ അള്ളാഹ് എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത്, നരകവും സ്വർഗവും ഒക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്. അള്ളാഹ് പറയുമ്പോൾ കേട്ടാലേ അള്ളാഹിൻ്റെ സ്വർഗത്തിൽ പോകാനാവുള്ളൂ, അല്ലാതെ നരകത്തിൽ പോകും. ആര് പറഞ്ഞാൽ ആര് ചെയ്താലും എല്ലാവരും അള്ളാഹിൻ്റെ മക്കൾ തന്നെ, അള്ളാഹ് പഠിച്ച ആൾക്കാരാണ് എല്ലാവരും. ഈസാ നബിയും മൂസാ നബിയും എല്ലാ നബിമാരും. 5 നബിമാർ ഏറ്റവും പോരിശാക്കപ്പെട്ട നബിമാരുണ്ട്. ഒന്ന് നൂഹ് നബി, ഒന്ന് മൂസാ നബി, ഒന്ന് ഈസാ നബി, ഒന്ന് ഇബ്രാഹിം നബി, ഒന്ന് മുഹമ്മദ് നബി. 2 ആൾ ഈ 5 നബിമാർക്ക് റസൂൽ എന്നുള്ള പദവിയുണ്ട്. ആ ഇതിൽപ്പെട്ട ആൾക്കാരാണ് ഇന്നത്തെ യഹൂദന്മാർ നബിയാണ് മൂസാ നബി, മറ്റേ ഇബ്രാഹിം ഈസാ നബീൻ്റെ ആണ് ക്രിസ്ത്യാനികൾ. ഇവർ പേച്ചു പോയി അള്ളാഹ് ഖുർആനിൽ പറയാണ് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ എന്ന് പറയുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെന്താ പേച്ചു പോയ യഹൂദ നസ്രാണികളെ കൂട്ടത്തിൽ പെടുത്തല്ലേ പഠിച്ചോനെ നമ്മൾ ദ്വാരക്കുക. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ, പേപ്പിക്കുന്ന മുസ്ലിയാമാരെ കൂടുതൽ ഞങ്ങളെ പെടുത്തല്ലേ പഠിച്ചോനെ നമ്മൾ മനസ്സിൽ കരുതണം ആമീൻ ചെല്ലുന്ന നേരം, എന്നാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അത്രയും ജനങ്ങളെ പേപ്പിക്കാനായിട്ട് നടക്കുക. എത്രത്തോളം പേപ്പിക്കണമെന്നുള്ള യാതൊരു ഓർമ്മയില്ല. പൈസ ഓർപ്പിക്കണം, കാറിൽ സഞ്ചരിക്കണം, എന്തെല്ലൊക്കെ പറയണേ. കള്ളത്തരം പറഞ്ഞിട്ട് എല്ലാ സംഗതിയും കള്ളത്തരാണ് പറയുന്നത്. നോമ്പില്ലാത്ത നോമ്പ് നോപ്പിക്കുക. കുറുമത്താർ നോമ്പുണ്ട്. ഒരു പെണ്ണുങ്ങൾ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട് വെച്ചത്, ഓളെ കെട്ടാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും വന്ന് ഓൾ 2-3 ഡിമാൻഡ് വെച്ചിട്ട് ആ ഡിമാൻഡ് സാധിക്കാഞ്ഞിട്ട് ആൾക്കാർ എന്ത് ചെയ്തു, വരുന്നവരൊക്കെ തിരിച്ചു പോവുക. അങ്ങനെ ഒരുത്തൻ വന്നപ്പോൾ ആ ഡിമാൻഡ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി നോക്കുമ്പം ഇവള് പറഞ്ഞ ഡിമാൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഓൾ കോടതി കേസ് കൊടുത്ത് നോക്കുമ്പം ഇവനോട് കോടതി വിധി ചോദിച്ച് നിങ്ങൾ ഇങ്ങനെ 3 കാര്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും ഒരു കത്തോതണം, എല്ലാ ദിവസവും നോമ്പ് നോക്കണം, രാവിലെ പകലും രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കണം. ഈ 3 ഡിമാൻഡ് വെച്ചാൽ ഇതൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. അന്നപ്പോൾ ഇയാൾ പറഞ്ഞു ആ 3 ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നബി പറഞ്ഞിട്ടുണ്ട്, കുറുമത്താറ് നോമ്പ് നോറ്റാലും നോമ്പ് 30, കുറുമത്താറ് നോമ്പ് നോറ്റാലും കൊല്ലത്തോട് കൊല്ലം എല്ലാ ദിവസവും നോമ്പ് നോറ്റ കൂലി ഇതുപോലെ ആവും പറഞ്ഞു. അതുപോലെ തന്നെ ഒരു നോമ്പ് നോറ്റ കൂലി ഉണ്ടാവും എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും കുറുമത്താറ് നോമ്പ് 30 നോറ്റാൽ കൊല്ലത്തോട് കൊല്ലം നോമ്പ് നോറ്റ കൂലി ഉണ്ടാവുന്നു. അതേ സമയത്ത് പിന്നെ ഒരു കത്തോതണമെന്ന് പറഞ്ഞ് 3 കുൽവല്ലാഹ് ഓതിയ ഒരു കത്തോതിയ കൂലിയുണ്ടെന്ന് പറഞ്ഞ്. അതെന്താ കത്തോന്ന് വെച്ചാൽ 3 കുൽവല്ലാഹ് അള്ളാഹിനെ പോലെ ഒരാളില്ലെന്നാ. ഇവര് അള്ളാഹിനെ പോലെ വേറെ ആളാക്കുക. എൻ്റെ പൊരൻ്റെ ഏരിയത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ വെച്ചിട്ട് ഈ കൊറോണ വരുന്നതിന് മുന്നേ മോഡിൻ്റെ ആൾക്കാർ എല്ലാം കൂടി പാകിസ്ഥാനിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊരൻ്റെ ഏരിയത്തിന് 2 കിലോമീറ്റർ അടുത്താണ് അങ്ങാടിയുള്ളത്. അങ്ങാടിയിൽ
ഏർന്നോ തിരുവനന്തപുരത്തിനൊക്കെ ഹൈക്കോടതിയിലെ മറ്റേ വക്കീലിനെ കൊണ്ടുവന്നിട്ടാണ് പ്രസംഗിച്ചിരിക്കുന്നത്. അയാൾ പറഞ്ഞു ഇപ്പം കൊണ്ടുപോകും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം കൂടി പറഞ്ഞപ്പം എൻ്റെ പോൻ്റേരിയത്തിലുള്ള പള്ളിയിൽ വെച്ചിട്ട് ഈ പെണ്ണുങ്ങളും കുട്ടികളും മൊയ്ലാമാരും എല്ലാം കൂടി ഈ പള്ളിയിൽ പെണ്ണുങ്ങളെ കയറ്റൂലല്ലോ. അന്നപ്പോൾ ഈ പള്ളിയിൽ പെണ്ണുങ്ങൾ മദ്രസയിൽ വെച്ചിട്ട് തന്നെ അയക്കും. ഞാൻ കിടന്നു നോക്കും, ഞാൻ വിചാരിച്ച് മൊയ്തീൻ ഷെയ്ഖിൻ്റെ ആണ്ടയക്കുമെന്ന്. ആണ്ടെന്ന് വെച്ചാൽ അങ്ങനെയാണെന്ന് വിചാരിച്ച് ഇപ്പോൾ അടുത്തായിട്ടാണ് നോക്കുന്നത്. കലണ്ടറിൽ നോക്കുമ്പോൾ റബിയുൽ അവ്വൽ വരുന്നേ ഉള്ളൂ. എനിക്കറിയാം റബിയുൽ അവ്വൽ കഴിഞ്ഞിട്ട് റബിയുൽ ആഖറിലാണ് മൊയ്തീൻ ഷെയ്ഖിൻ്റെ ആണ്ടെന്ന്. ഇതുവരെ പറയുന്നത് എന്താ, മൊയ്തീൻ ഷെയ്ഖെ കാക്കണേന്നാ. മൊയ്തീൻ ഷെയ്ഖിൻ്റെ അക്കിജാവും ബർക്കത്തൊക്കെ പോയി. മൊയ്തീൻ ഷെയ്ഖിനെ പെണ്ണുങ്ങളും കുട്ടികളും പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഉറങ്ങാൻ പറ്റിയില്ല അന്ന്. അയ്യാതി വിളി, എത്ര സമയമാണ് നിലവിളിക്കുന്നത്, കരഞ്ഞ് നിലവിളിക്കുക. അന്നേരം കൊണ്ട് അള്ളാനെ വിളിച്ച് നിലവിളിച്ചൂടെ? ഞങ്ങൾക്ക് അള്ളാഹ് നമ്മളെ ഹൃദയം പഠിച്ച അള്ളാണ്. നാളെ നമ്മൾ എന്ത് പറയാൻ വിചാരിക്കുന്നുണ്ട് എന്നുള്ളത് അറിയുന്ന അള്ളാണ്. അത് അള്ളാനെ വിളിച്ചൂടെ? അള്ളാനെ വിളിക്കാൻ, അള്ളാഹ് അല്ലാത്തവരെ വിളിക്കാൻ പാടില്ല എന്ന് ഖുർആനിലും ഹദീസിലും എല്ലാം നബിയും എല്ലാം പറഞ്ഞിട്ട് ആർക്കും കേൾക്കാൻ കഴിയായി എന്താ? അള്ളാനെ വിളിക്കുക. ഇനി മക്കത്തും മദീനത്തൊക്കെ ഈ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. എപ്പോഴാണ്? 4 മണിക്ക് അതിനൊരു ബാങ്കുണ്ട്. അന്നപ്പം 4 മണീൻ്റെ ബാങ്ക് അങ്ങോട്ട് കൊടുക്കുക. അത് ബാങ്ക് ആടെ കൊടുക്കാനാവില്ല. ആടെ എല്ലാം കൂടി ഹിന്ദുക്കളും മറ്റുള്ളവരൊക്കെ ഉണ്ടായി ഉറങ്ങി എണീക്കുമ്പോൾ ഓലക്ക് കേട്ട് ശല്യം ചെയ്യാൻ നിൽക്കണ്ട. ഒരേ അലാറം വെക്കുക. 4 മണിക്ക് അല്ലെ 3 മണിക്ക്. ഞാൻ 3 മണിക്ക് എണീക്കും. 3 മണിക്ക് എണീച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കും, ഖുർആൻ ഓതും. ഇതൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. എന്നിട്ട് പഠിച്ചവനോട് ഇതായിരുന്നിട്ടാണ് എനിക്ക് ഇതിലേക്ക് ആകാനും ഇങ്ങനെ പറയാനും അറിയാനും കിട്ടിയത്. അതുപോലെ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുക, എന്നിട്ട് പഠിച്ചവനോട് ചോദിക്കുക. കൊറോണ റാത്തീവ് ചെല്ലാൻ മുയിലാർക്ക് പൈസ അയക്കല്ല വേണ്ടിയത്. അതൊക്കെ സിർക്കാണ്. സിർക്ക് ചെയ്യുന്നതിനനുസരിച്ച് പഠിച്ചവൻ ആടെത്തിയിട്ട് അപരം ചെയ്യുന്നില്ല. നാരിയ സലാത്ത് എന്ന് പറഞ്ഞാൽ അത് സിർക്കാണ്. നാരിയ സലാത്ത് ഞാൻ എത്രയോ ചെല്ലിയ ആളാണ്. എനിക്ക് അത് ചെല്ലിയപ്പം അതിനെക്കൊണ്ട് ഗുണം കിട്ടിയ മാതിരി തോന്നിയിട്ടുണ്ട്. കാരണം വൈപ്പെട്ടവനും വൈപ്പെടാത്തവനും ഗുണം ചെയ്യുന്നവനാണെന്ന് അള്ളാഹ് പറഞ്ഞു. ഇബ്രാഹിം നബീനെ തീയിലിടാൻ നേരം ജിബിരിൽ എന്ന മലക്ക് വന്നിട്ട് ഇബ്രാഹിമെ എന്നെ രക്ഷിക്കാൻ വേണ്ടി പഠിച്ചവൻ പറഞ്ഞയച്ചതാണ്. ഇവലെ തീയൊക്കെ കെടുത്താനും ഇവലൊക്കെ കൊല്ലാനും വേണ്ടി പറഞ്ഞയച്ച എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ഇബ്രാഹിം നബി പറഞ്ഞ് ഇന്നൊന്നും ചെയ്യേണ്ട, ഇന്നെ പഠിച്ച റബ്ബ് കാക്കുമെന്ന്. ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ കണ്ടിട്ട് അക്കാലത്തുള്ള വിറക് ശേഖരിച്ചത് അന്നുള്ള ജനങ്ങൾ ഇബ്രാഹിമിനെ തീയിലിട്ട് കരിക്കാൻ എൻ്റെ മോനെ സുക്കേട് മാറ്റ 2 കെട്ട് വിറക്, എൻ്റെ മോളെ സുക്കേട് മാറ്റ 4 കെട്ട് വിറക്, 1 കെട്ട് വിറക്, അങ്ങനെ നേർച്ചകാരന് ഉണ്ടാക്കിയ വിറക് കൊണ്ടാണ് ഇബ്രാഹിം നബീനെ തീയിലിട്ട് എത്തിക്കാൻ നോക്കിയത്. നമ്മളെ മനസ്സിൽ എന്താ ഉള്ളത് അതുപോലെ പഠിച്ചവന് ആക്കും. വൈപ്പെട്ടവനും വൈപ്പെടാത്തവനും ഗുണം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ബുദ്ധി നമുക്ക് വിശേഷ ബുദ്ധി അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. 15 വയസ്സ് കഴിഞ്ഞിക്കാണെങ്കിൽ 15 വയസ്സിൻ്റെ മുന്നേ ആര് മരിച്ചു പോയാലും സ്വർഗത്തിലിടും. 15 വയസ്സ് കഴിയാൽ അവരെ പഠിച്ചവൻ വിശേഷ ബുദ്ധി തന്നാൽ പിന്നെ ചിന്തിക്കുക. അത് ബുദ്ധി പണയം വെക്കാൻ പാടില്ല. പിന്നെ പഠിച്ചവൻ്റെ ഹൃദയത്തിന് മുദ്ര കുത്തിക്കാളും. പഠിത്തം ഖുർആനിൽ പറഞ്ഞതാണ്. അള്ളാഹിൻ്റെ ഖുർആനിൽ പറഞ്ഞ മുദ്ര കുത്തുമെന്ന്. മുദ്ര കുത്തിയവൻ ഏതായാലും നരകത്തിൽക്ക. പിന്നെ ഓനോട് ഒന്നും പറഞ്ഞാൽ ഓൻ്റെ മനസ്സിലേക്ക് കയറിയല്ല. കയറുന്നുണ്ടെങ്കിൽ വിചാരിക്കുക എൻ്റെ പഠിച്ചവനെ എനിക്ക് ഇത്ര ഒരു ഹിന്ദു പ്രൊഫസർ ഇസ്ലാമിലേക്ക് വന്ന് എന്ത് കേട്ടിട്ടാണ് വന്നത്? ഖുർആൻ കേട്ടിട്ട്. ഖുർആനിൽ എന്താ കേട്ടത്? ഖുർആനിൽ പഠിച്ചവൻ നമ്മളെ ഇതിലിടും, ഇതിലിടും, നരകത്തിലിടും. നരകത്തിലിടുമ്പം നമ്മളെ തൊലി കുത്തിപ്പോവും. കത്തിപ്പോണതിനനുസരിച്ച് വീണ്ടും വീണ്ടും തൊലി ഇട്ട് തരും. എന്തിന്? വേദന ആസ്വദിക്കാനേന്ന്. ഇത് കണ്ടിട്ട് അയാൾ വിചാരിച്ച് ഇതാണ് ശരിക്കുള്ളത്. നമ്മൾ തീ കത്തി നശിച്ച ഒരാളെയും കൊണ്ട് പോയി ഡോക്ടറെ കൊണ്ടുപോയിക്കാണ് ജീവനോടെ കൊണ്ടുപോയാൽ സൂചി കൊണ്ട് കുത്തി നോക്കുക ചെയ്യുക. സൂചി കൊണ്ട് കുത്തി നോക്കുക ചെയ്യുക. എന്തിനാ? ഏടാ വേദന ബാക്കിയുള്ള സ്ഥലമൊന്നല്ലേ. മറ്റേ കുഴൽ വെച്ചല്ല നോക്കുക. തീ കത്തിയോനാ എത്ര ബാക്കിയുണ്ട് ഇവൻ്റെ മേലിൽ കത്തിപ്പോകാത്തതുള്ളതെന്ന്. അത് ആ പ്രൊഫസർക്ക് അറിയാം. അതുകൊണ്ട് അയാൾ ഇസ്ലാമിലേക്ക് വന്നത്. ഈ ബ്രിട്ടൻ എന്ന് പറഞ്ഞ നാട്ടിൽ ഞാൻ ജസ്ലാനോട് പറയാം. ജസ്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഉണ്ട്. എൻ്റെ മോളെ പേരാണ് ജസ്ലാന്ന്. എനിക്കിപ്പോൾ ഓർമ്മ വന്നേ. ഓളിപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോന്നിട്ട് അവളെ വാപ്പയും ഉമ്മയും ഓളും ഒക്കെ മുസ്ലിമായിരുന്നു. ഇപ്പം ഹിന്ദു മതത്തിൽ ചേർന്നിട്ട് വേറെന്തോ ഒരു പേരൊക്കെ കൊടുത്തിട്ട് എന്തോ ഒക്കെ പേരത് തന്നെയാണ് ജസ്ലാന്ന്. വേറെന്തോ ആയിട്ട് ഇവള് എന്തൊക്കെ ഇതാക്കിയൊക്കെ ചെയ്യുക. എന്ത് ചെയ്താലിക്കാണ് എല്ലാം അള്ളാഹ് കാണും. അള്ളാഹ് പറഞ്ഞുകൊണ്ട് കേട്ടാലേ അള്ളാഹിൻ്റെ സ്വർഗത്തിൽ പോകാനാവുള്ളൂ. സ്വർഗവും നരകവും അള്ളാഹ് പഠിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അന്നപ്പം ഈ ഇവിടെ ഉള്ള വ്യക്തി ബ്രിട്ടനിൽ ഒരു സിനിമാ നടി ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തിയാണ്. ഓളെ കണ്ടിട്ട് ഓളിങ്ങനെ ബസ് ഫ്ലൈറ്റിൽ വിമാനത്തിൽ കയറാൻ വേണ്ടിയിട്ട് എത്തിലിരിക്കുക. വിമാനം വന്നിട്ട് വേണം പോകണമെങ്കിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ ഉണ്ട് എന്ത് പറയുന്നത്,
നിൽക്കുന്ന സമയത്തേക്കാണ് ഇത് ഇവളിങ്ങനെ നോക്കുക എല്ലാവരെക്കോളും. അന്നപ്പോൾ എല്ലാവരും നോക്കുന്നത് ഇവളെക്കൊള്ളാണ് നോക്കുന്നത്, ഇവളെ സൗന്ദര്യം കണ്ടിട്ട്. എന്നപ്പോൾ ഇവളെ അടുത്തായിട്ട് വെച്ചനെ ഇരിക്കേണ്ടി ഒരു താടിയൊക്കെ ഉള്ള വെച്ചനെ. അന്നപ്പം ഇവൻ മാത്രം നോക്കുന്നില്ല, ഇവളെക്കൊള്ള നോക്കുന്നില്ല. അങ്ങനെ ഇവൾ എണീച്ച് ഓൻ്റെ അരിത്ത് പോയി. ഓനോട് എന്തെല്ലോ ഇംഗ്ലീഷ് പറഞ്ഞ്. അവിടെയൊക്കെ ഇംഗ്ലീഷാണല്ലോ. ഇംഗ്ലീഷ് പറഞ്ഞതിനൊക്കെ ഓൻ പറഞ്ഞ് അള്ളാനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നടത്താൻ പറഞ്ഞു. ഓ രണ്ടാളും ഒരു പ്ലേറ്റിൽ ഇറങ്ങി. ഇപ്പോൾ എന്താ ഓക്കുള്ള പണി ബ്രിട്ടനിൽ ഓളെ സ്വന്തം സ്ഥലത്ത് വലിയ ഹാളുണ്ടാക്കിയിട്ട് സിനിമയിൽ അഭിനയിക്കലൊക്കെ നിർത്തിയിട്ട് കോടി ചേർത്തി അയക്കിന്. എത്ര പൈസ വേണേലും ഓരോരുത്തുണ്ട്. എന്നിട്ട് എല്ലാവരെയും ഇസ്ലാം മതം പഠിപ്പിക്കുക ആൾക്കാരെ വെച്ചിട്ട്. ഓളും ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഓൾ വരാഞ്ഞിട്ട്, സിനിമയിൽ അഭിനയിക്കാൻ വരാഞ്ഞിട്ട് പത്രപ്രവർത്തകന്മാർ വന്നിട്ട് വിളിച്ചിട്ട് വെല്ലടിച്ചിട്ട് ഓൾ ഇറങ്ങി വന്ന് പർദ്ദട്ടിട്ടാണ് വന്നത്. നിങ്ങളെന്തിട്ടാ ഞാനിഞ്ഞി ആ സിനിമ അഭിനയിക്കൽ നേടുന്ന ഇസ്ലാം മതത്തിൽ ചേർന്നെന്ന്. അങ്ങനെ ഇസ്ലാമിലേക്ക് ആൾക്കാർ വരിക. അന്നപ്പോൾ ഇവർക്ക് ഖുർആനും നബീനെയും കേട്ടിട്ട് 23 കൊല്ലം കൊണ്ടാണ് ഇസ്ലാം മതം ഉണ്ടായത്. നബീനെ 3 കൊല്ലം ഇല നിന്ന് ജീവിച്ചിരിക്കുന്നത്. ഒരു മൊയിലാരി 3 ദിവസം ഇല നിന്ന് ജീവിക്കട്ടെ, അത് സാധിക്കുമോ? സാധിക്കില്ലല്ലോ. എൻ്റെ മോന് ഗൾഫ് പോയി വന്നിടത്തുനിന്ന് ഈ ഹദീസ് വായിച്ചിട്ടാണ് വന്നത്. 3 കൊല്ലം ഇല ജീവിച്ച് വന്നിരിക്കുന്നത്. മോന് വന്ന സമയത്ത് ഇത് പിലാവിൽ നിറച്ചും ചക്ക ഉള്ള സമയത്താണ് വന്നത്. ഇഷ്ടംപോലെ പിലാവ് ഉണ്ടായിരുന്നു, ചക്കയുണ്ടായിരുന്നു. അന്നപ്പോൾ ഇവന് മരത്തുമ്മ കയറരുത്, പുക വലിക്കരുത്. ഞാൻ ചെറുപ്പത്തിൽ പുക വലിക്കുന്ന ആളായിരുന്നു. ബാപ്പൻ്റെ 7 വയസ്സിൻ്റെ മുമ്പ് പുകലി പഠിച്ചതാ. ബാപ്പ ചുട്ടാ വലിക്കുക, അത് ചുട്ട് വലിച്ച് പഠിച്ചു ബാപ്പ ആടെ വെക്കുമ്പോൾ. പിന്നെ ബാപ്പനോട് പറഞ്ഞു എല്ലാവരും വീഡിയോ വലിക്കുന്നത്, എനിക്ക് വീഡിയോ കാണിച്ചിട്ടുണ്ടായതാണ്. അങ്ങനെ ബാപ്പ വീഡിയോ കാണിച്ചു കൊണ്ട് തന്നിട്ട് വലിച്ച് പഠിച്ച ആളാണ് ഞാൻ. 100 വീഡിയോ ഒക്കെ ഒരു ദിവസം വലിച്ചിരിക്കുന്നത്. സിഗരറ്റ് ആണെങ്കിൽ 10 പേക്ക് 100 സിഗരറ്റ് അത്രത്തോളം ചെയ്ത ആളാണ് ഞാൻ. എന്നിട്ടും പഠിച്ചോൻ ഇതുവരെ തന്നെ എൻ്റെ ചങ്ങായിയുണ്ട് സുലൈമാൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ. അവനാണെങ്കിൽ മരിച്ചിട്ട് തന്നെ 10-25 കൊല്ലമായി. ഓന് ക്യാൻസർ പിടിച്ചിട്ട് ബീഡി വലിച്ചിട്ട് ക്യാൻസർ പിടിച്ചിട്ടാണ് മരിച്ചത്. കാരണം ഇന്ന പഠിച്ചോൻ ഇന്നലേക്ക് ഇത്ര വരെയും നിർത്തിയത് ഇതൊക്കെ പറയാൻ വെച്ചതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറയാം. എന്നോട് ആരോ ഇവിടെ വന്ന് പറയണം, ഇതിൽ പറഞ്ഞിട്ട് എല്ലാവർക്കും കേൾക്കാൻ തക്കത്തോളം പറയണമെന്ന് വിചാരിച്ചിട്ട് ആയിട്ടൊന്നും പറഞ്ഞതല്ല. എൻ്റെ മൂത്ത മോൻ്റെ ചങ്ങായി ചങ്ങായി ഡോക്ടറാ. ഓനെ ഒരു മോളുണ്ട്. ഓൻ്റെ മോളെ ചൈനയിലാണ് ഈ ഡോക്ടർ ഭാഗം പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. അന്നപ്പോൾ ഈ ഡോക്ടർ ഭാഗം പഠിക്കുക അല്ല വേണ്ടത്, ഇസ്ലാമിനെ പറ്റി അറബി പഠിപ്പിക്കുക, അറബീൻ്റെ അർത്ഥവും പഠിക്കുക. അറബി പഠിച്ചിട്ട് കാര്യമല്ല, അറബീൻ്റെ അർത്ഥം പറഞ്ഞാൽ അറബിയിൽ എന്താ പറയുന്നുള്ളത് മനസ്സിലാവും. എൻ്റെ ചെറിയ മോൻ്റെ മോള് അറബി കോളേജിലാണ് പഠിപ്പിക്കുന്നത്, പൈസ ഉണ്ടായിട്ട് പഠിപ്പിക്കുകയല്ല. എന്തെങ്കിലുമായിട്ട് അറബി പഠിച്ചാൽ ഇസ്ലാമായിട്ട് ജീവിച്ച് മരിക്കാനാവുള്ളൂ, പിന്നേക്ക് ഇതായല്ലോ എന്ന് വിചാരിച്ചിട്ട്. അന്നപ്പം ഓളിപ്പം കൊറോൺ പിടിച്ച് മരിച്ചു പോയോ എന്താണെന്നൊന്നും അറിയില്ല. മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അയാളെ വാപ്പാന്ന് പറഞ്ഞാൽ എഞ്ചിനീയറാണ്. ഞാൻ കണ്ടിട്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അയാളുടെ അടുത്ത് പോലുണ്ട്. എന്നപ്പോൾ അയാൾ താടി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരിൻ്റെ താടിനേക്കാളും വലിയ താടിയാണ്. എന്നിട്ടും അയാൾ എഞ്ചിനീയറായ അയാൾ എന്താ ചെയ്തത്? സ്വന്തം മോനെ ഒരു എഞ്ചിനീയർ ആക്കട്ടെ, അല്ലെ ഡോക്ടറാക്കട്ടെ എന്നല്ല വിചാരിച്ചത്. ഓനെ ഇൽമ് പഠിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇൽമ് പഠിപ്പിച്ചിട്ട് 70ഓളം അമ്പലത്തിൽ പോയിട്ട് പ്രസംഗിച്ചിരിക്കുന്നത്. ജനങ്ങളെയും ഹിന്ദുക്കളെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം. ഇൽമ് പഠിച്ചാൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അമ്പലത്തിൽ പോയിട്ട് പറഞ്ഞത്. എല്ലാവരോടും ഇൽമ് ദേഹൂതി പറയുക. ഞാൻ എൻ്റെ പൊരൻ്റെ ഏരിയത്തല്ലാത്ത സ്ഥലത്ത് ഒരു വണ്ടിക്ക് കാത്തിക്കുക. അവിടെ സ്റ്റോപ്പ് അങ്ങനെയല്ല, വണ്ടി ബസ് അധികം നിർത്തൂല. അങ്ങനെ ഒരു ബൈക്ക് വന്നപ്പം കയ്യാറ്റ ബൈക്ക് നിർത്തി. എന്നെ പറഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. കൊണ്ടുപോകാൻ കയറാമെന്ന് പറഞ്ഞു. അന്നപ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു നിങ്ങളവിടെ പോകാമെന്ന് പറഞ്ഞു. എന്നപ്പോൾ ഞാൻ പോകേണ്ടടുത്തേക്കാണ്ടിക്കാടിയിൽ ഒരു 50 കിലോമീറ്ററും കൂടി ദൂരം പോകാനുണ്ട് ഇയാൾക്ക്. അന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇന്നടത്തേക്ക് എൻ്റെ പുര വരെ എന്നെ ആക്കി ഇവിടെയെന്ന് ചോദിച്ചു. അതിനെന്താന്ന് പറഞ്ഞു. അന്ന് കുറച്ചേ കൂടെ എത്തിയപ്പോൾ ഉണ്ട് ഒരു ജാറത്തിൻ്റെ അരിയത്ത് എത്തിയപ്പോൾ ഇയാൾ പൈസ ഇട്ട് 10 റുപ്യ ജാറത്തിലിട്ട്. അതിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ഏറ്റവും വലിയ തെറ്റ്, അള്ളാഹ് പങ്കു ചേർക്കലാണ് ഇത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലാണ്ട് വേറൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്ത് കുറച്ചാൾ അങ്ങോട്ട് ആടുന്ന് തന്നെ അതിൻ്റെ അരിയത്ത് തന്നെ അവിടെ നിർത്തി. നിങ്ങൾ പോയിക്കോളി, ഇറങ്ങി വണ്ടിമന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അന്നപ്പോൾ ഔലിയാക്കന്മാരുണ്ടായിട്ടാ ലോകം ഒട്ടാകെ അള്ളാഹ് നിലനിർത്തുന്നതെന്ന് പറയുന്നത്. അള്ളാഹ് ഔലിയാക്കന്മാരുണ്ടാകുന്നതിന് മുന്നേ അള്ളാഹ് നിലനിർത്തിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഓരോ വിശ്വാസം മൊയ്ലാന്മാർ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. അങ്ങനെ തന്നെ അവിടെ നിർത്തി. ആടെ ഇറങ്ങിയാണ്. ആടെ ഇറങ്ങി നിന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് ഓട്ടോറിക്ഷ കയ്യാട്ടി. അന്നപ്പോൾ നിർത്തി. അതിൽ കയറി. ഒരു ഹിന്ദു ഒരുത്തനാണ്. ഓനോട് തൗഹീദ് പറഞ്ഞ് എൻ്റെ നാട്ടിൽ
പുരൻ്റെ അരിയത്ത് എത്തിയപ്പോൾ ഓനോട് പൈസ കൊടുത്ത പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇത് അള്ളാനെ ദൈവത്തിനെ മാത്രമേ വിളിക്കാവൂ എന്നാലും പറഞ്ഞ് കൊടുത്തതിൻ്റെ പേരിൽ ഓൻ പൈസ കൊടുത്തിട്ട് വാങ്ങിയെങ്കിൽ കൂടി ചെയ്തില്ല. ഇവരെന്ന് വെച്ചാൽ മക്കാ മുശ്രിക്കുകൾ എന്താ ചെയ്ത് നബീൻ സാഹിബത്തിനോട് ചെയ്ത് അതാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ ചെയ്താൽ മക്കാ മുശ്രിക്കുകൾ തന്നെ ഇവർ. പിന്നാണെങ്കിൽ ഇവരെ തീറ്റിക്കാരാ തിന്നാനായിട്ടുള്ള ഒരു മതം, തീറ്റി മതം എന്ന് പേരിടാം. പിന്നാണെങ്കിൽ ബഹുദൈവ മതം എന്നറിയാം. അള്ളാൻ്റെ മതത്തിൽ ഇസ്ലാം മതത്തിൽ യാതൊന്നുമില്ല. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണ്. ആ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് പുറത്താണ്. ചിന്തിച്ച് നോക്കുക, സ്വന്തം മനസ്സോട് ചിന്തിക്കുക, നമ്മൾ ഏടാ നിൽക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്. ഞാനൊരു ദിവസം ബൈബിളിൻ്റെ കേസിട്ടിട്ട് ഇങ്ങനെ പുരയിൽ ഇങ്ങനെ കേൾക്കുന്ന ഞാൻ ആദ്യം ചെല്ലിയ വിചാരിച്ച് ഇങ്ങനെ ബൈബിളിൻ്റെ ശേഷം ചൊല്ലി മുത്താൽ പടയത്തെ ദുനിയാവിൽ നിൽക്കുന്നാൾ മൂപ്പരി മൊയ്യുദ്ദീൻ കവേലിലേക്കാന്ന്. ഇത് കേട്ട് നോക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പഠിച്ചോനെ ഇതായിരുന്നല്ലോ ഞാൻ ചെല്ലിയിരുന്ന ഇത്ര കാലം. ആദ്യം ചെല്ലിയ വലിയ പോരിശയിൽ ചെല്ലിയതാണ്. ഇത് കേട്ടപ്പോൾ അള്ളാനെക്കാളും വലിയ ആളിനെ മൊയ്തീൻ ശരിയാക്കുക. അന്നപ്പം അള്ള തായ നബീൻ്റെ അജത്ത് ആര് നബി മേറാജ് കര കയറിയപ്പം അള്ള ആര് പറഞ്ഞ് ഇത് പറയാ ആരാ പറഞ്ഞ് മൊയ്തീൻ സാഹിബ് ആടുണ്ട്, ചെറിയ കുട്ടിയുണ്ട്, മെല്ലെ വരണമെന്ന്. ആര് പഠിച്ചോന്ന് അറിയാം, നബീനോട് പറയാ. ഇത് മൊയ്തീൻ സാഹിബ് എന്ന് പറഞ്ഞാൽ ഒരു ബെറുകെട്ടുകാരിയുണ്ടോ മോനാ, ബെറു വെട്ടി കൊണ്ടുപോയിട്ടിട്ട് ടൗണിൽ കൊണ്ടുപോയി വെട്ടി വിറ്റ് ജീവിക്കുന്ന ഒരു മനുഷ്യനാ. അങ്ങനെ ഒരു ദിവസം ബെറു വെട്ടി പോയിൻ്റെ വെച്ച വെള്ളത്തിന് അയച്ചപ്പം വെള്ളം 2 കൈ കൊണ്ട് മുക്കി കുടിച്ചോട്ട് 2 കൈ കൊണ്ട് മുക്കി കുടിച്ചപ്പം ഇത് അറിയാണ്ട് ഒരു മുന്തിരി വയറ്റിപ്പോയി. അന്ന് പാറാൻ്റെ സാധനമല്ലേ, പള്ളിയിലേക്ക് പോയല്ലോ. എന്നാൽ പൊരുത്തപ്പടിക്കാൻ വേണ്ടിയിട്ട് പുഴക്ക് നേരെ മേലോട്ട് പോയി. ഒരു മുന്തിരിത്തോപ്പ് കണ്ട് അവിടെ ചെന്ന് അതിൻ്റെ മുതലാളിനോട് പറഞ്ഞ് ഞാൻ നിങ്ങളെ അറിയാണ്ട് ഒരു മുന്തിരി തിന്നു വയ്ക്കുക, എനിക്ക് പൊരുത്തപ്പെട്ടവരാണ്. ഇത്ര കാലം എൻ്റെ ആടുകളെ നോക്കണമെന്ന് പറഞ്ഞ്, എത്ര കാലം അവധി പറഞ്ഞ്, അത്ര കാലം ആടുകളെ നോക്കി നിന്ന്. ആടുകളെ നോക്കി കഴിഞ്ഞ് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ അവധി അയക്കണേ, ഞാൻ പോവുക, എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞു. ഞാൻ പൊരുത്തപ്പെട്ട് തരാമെന്ന് പറഞ്ഞിട്ടില്ല, പൊരുത്തപ്പെട്ട് തരാനാകുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ്. എനിക്കൊരു മോളുണ്ട്, അതിനെ കല്യാണം കഴിക്കണം. അതിന് കണ്ണില്ല, കാലില്ല, ചെവിയില്ല, ഗുഹ്യസ്ഥാനമില്ല, കയ്യില്ല, കാലില്ല, ഹൃദയമല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ്. അന്നപ്പം വെറും മാംസക്കട്ട അതേ ആയിരിക്കും എന്ന് വിചാരിച്ച് എന്നാലും വേണ്ടിയില്ല ആരാൻ്റെ സാധനം വയറ്റിൽ കടന്നു പോയല്ലോ. അത് വിചാരിച്ചിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി ഇയാൾ നിക്കാഹ് കഴിച്ച് വീട് കൂടി നോക്കുമ്പോൾ സുന്ദരിയായൊരു കുട്ടിയാണ് അയാളെ മോള്. അന്നപ്പോൾ അവിടുന്ന് എനിക്ക് നല്ലൊന്ന് കിട്ടിക്കുന്നല്ലോ, ഓളായിട്ട് ജീവിക്കുക ഏട്ടാണ് നല്ല വിചാരിച്ച് അവിടുന്ന് പാഞ്ഞിക്കുക ആളെ കുട്ടീൻ്റെ വാപ്പൻ്റെ എഴുത്തേക്ക് നിങ്ങൾ ഞങ്ങളെ പരീക്ഷിക്കരുത്, നമ്മൾ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല എന്ന് പറഞ്ഞിട്ട് അയാളെ ഞാൻ പറഞ്ഞത് ആരാനക്കോളം നോക്കുന്ന കണ്ണില്ല, അത് അങ്ങനെ മോശപ്പെട്ട ഒരു സംഗതിയും ഇല്ല എന്നുള്ള ആണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതല്ലാതെ കണ്ടിട്ട് കണ്ണില്ല, കാതില്ല, ഗുഹ്യസ്ഥാനമില്ല എന്ന് പറഞ്ഞു നോക്കാം. അത് ആ രീതിക്ക് നല്ലതായ രീതിയിലാണ്, നല്ലാതെ കണ്ടിട്ട് ഇത് നിങ്ങളാ വിചാരിച്ച കാര്യമല്ല എന്ന് പറഞ്ഞു. അതിലുണ്ടായ മോനാണ് മൊയ്തീൻ ഷേഖ്. മൊയ്തീൻ ഷേഖ് പഠിക്കാൻ പോണ സമയത്ത് ഇത് തുണീൻ്റെ വക്കത്ത് ഈ സ്വർണം കെട്ടിപ്പോന്നി നൂലോട് തുന്നി കെട്ടിക്കൊട്ട് ബൈക്കിലെത്തിയിട്ട് എന്തായി ഈ കള്ളന്മാരെ പിടിച്ചപ്പം വേറെയും കുട്ടികളുണ്ട്, വേറെ കുട്ടികളൊക്കെ പറഞ്ഞ് ഞങ്ങളിലൊന്നും ഇല്ലയെന്ന്. ഒരു തപ്പി നോക്കുമ്പോൾ ഓരോരൊക്കെ ഉണ്ട്. ഇയാൾ എന്നോട് ചോദിച്ചപ്പം മൊയ്തീൻ ഷേഖിനോട് തങ്ങളോട് ചോദിച്ചപ്പം മൊയ്തീൻ ഷേഖ് പറഞ്ഞ് ഇന്ത്യയിൽ ഇത്ര സ്വർണ്ണം ഉണ്ട് എന്നാണ്. ഇയാൾ ഏടെ നോക്കിയിട്ടും കാണില്ല. അങ്ങനെ ഏടാന്ന് കാണിച്ചുകൊണ്ടാകാൻ പറഞ്ഞു. ഇവർ കാണിച്ചു കൊടുത്ത്. അന്നപ്പം കളവ് പാറയല്ല എന്നുമ്മ ചെന്നാരെ കള്ളൻ്റെ കയ്യിൽ പൊന്നി കൊടുത്തോ മൊയ്തീൻ ഷേഖിനാണ് ആ മൊയ്തിയിൽ. അത് മാത്രമേ ഉള്ളൂ നല്ലത്, ബാക്കിയുള്ള മുഴുവനും അതിൽ പറയുന്നത് മുഴുവനും കള്ളത്തരാണ് പറയുന്നത്. മൊയ്തീൻ ഷേഖിനെ കൊണ്ട് നല്ല മനുഷ്യനാണ് മൊയ്തീൻ ഷേഖ്, ഒരു ഷെയ്ഖ. അയാൾ എങ്ങനെ ജീവിച്ച് അതുപോലെ നമ്മളും ജീവിക്കുക. എല്ലാവരും നല്ലപോലെ എങ്ങനെ ബദരീങ്ങളെങ്ങനെ ജീവിച്ച്, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാനൊന്നും പറഞ്ഞില്ല. ആരൊക്കെ എങ്ങനെ വിളിച്ച്, നബി എങ്ങനെ ജീവിച്ച് അതുപോലെ നമ്മളും ജീവിക്കുക. നബി എന്താ ചെയ്തത്, നബി യഹൂദൻ്റെ അടുത്ത യഹൂദൻ്റെ വീട്ടിൽ പടയങ്കി പണയം വെച്ചിട്ട് അതിന് കിട്ടിയ ഭക്ഷണം ഭയത്തിൽ വെച്ചുകൊണ്ടാണ് നബി മരിച്ചത്.
പണയം വെച്ച ഭക്ഷണം വയറ്റിൽ വെച്ചിട്ടുണ്ട്, ഇന്നെ മിസ്കീനാക്കി മരിപ്പിക്കണേന്ന്, ഇന്നിവിടെ കോടീശ്വരനാക്കണേന്ന്, 50 ലക്ഷത്തിൻ്റെ 1 കോടിൻ്റെ കാറിൽ പോകണം, ആരാനോട് എന്തെങ്കിലും കള്ളത്തനം പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ച് ആ പൈസ ഉണ്ടാക്കണ നല്ല പഠിക്കേണ്ടത്. നബി എന്താ പഠിപ്പിച്ചത്? ഉമർ ഖത്താബ് 12 കൊല്ലം ഭരിച്ചപ്പോൾക്ക് എത്രയോ 1000 റുപ്യ കട, എത്രയോ 1000 ദിർഹം, ആടെ ദിർഹം വെച്ചാണ് അത്ര കടം വന്നപ്പോൾ എന്തായി? അയാൾ പള്ളിയിൽ വെച്ചിട്ട് ഒരു യഹൂദന് വിഷം വരട്ടിയ കത്തിയോട് കുത്തുകൊണ്ടിട്ടാണ് ഉമർ ഖത്താബ് മരിക്കുന്നത്. മരിക്കുന്ന സമയത്ത് ആത്തിക്ക ബിബി ഉമർ ഖത്താബിൻ്റെ ഭാര്യ പള്ളിയിലുണ്ട്, സുബൈക്കാണ്. പള്ളിയിൽ പോയാൽ ഹറാമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഹറാമെന്ന് പറഞ്ഞാൽ നബി പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണുങ്ങളോട്, പെണ്ണുങ്ങൾ നബീൻ്റെ അരിയത്ത് പോയി പറഞ്ഞ് നിങ്ങളൊപ്പരം പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ ഭർത്താവ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അന്നപ്പോൾ ആ പെണ്ണുങ്ങളോട് പറഞ്ഞു എൻ്റെയൊക്കെ വീടിൻ്റെ ഉള്ളിലാണ് എനിക്ക് സ്ഥാനമെന്ന്. അതല്ലാണ്ട് പെണ്ണുങ്ങളെല്ലാവരും പള്ളിയിൽ വന്ന് നിസ്കരിച്ചിരിക്കുന്നത്. 2 പെരുന്നാൾക്കും പെണ്ണുങ്ങളും കുട്ടികളും കുളിയുണ്ടായിരുന്ന പെണ്ണുങ്ങൾ വേറെ ഇരിക്കുക. നബീൻ്റെ പ്രസംഗം കേട്ടിട്ട് 500 ഹുത്തുബാണ് നബി നടത്തിയത്. 500 മനുഷ്യന്മാർക്ക് മനസ്സിലാക്കിന്. അന്നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും അറബികളാണ്. അറബികളായതിനെക്കൊണ്ട് അറബി പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും, അറബി മനസ്സിലാവും എല്ലാവർക്കും. ഇവിടെ നമ്മളൊക്കെ മലയാളികളാണ്, ഇവിടെ മലയാളത്തിൽ പാടണം. ഞാൻ ഹജ്ജിന് പോയടുത്തുനിന്ന് 73 തരം ഖുർആൻ പാടുന്നുണ്ട് പല ഭാഷയിലും. എന്നപ്പോൾ പല ആദ്യയിലുള്ള ആൾക്കാർക്ക് അത് അർത്ഥം മനസ്സിലാക്കിയാലേ ഖുർആൻ എന്നെ അറിയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഖുർആൻ പറയുക അമുസ്ലിങ്ങളെ തൊട്ടാൽ അവരെ കണ്ണുപൊട്ടിപ്പോകുന്നു. ഖുർആനിൽ അള്ളാഹ് പറയുന്നത് എന്താ? എല്ലാവർക്കും കൊടുക്കണം. ഖുർആൻ അള്ളാഹിൻ്റെ ഗ്രന്ഥമാണ്. അത് എന്താണ്? കണ്ണ് തുറപ്പിക്കുന്ന സാധനമാണെന്നാണ് പറയുന്നത്. കണ്ണ് പൊട്ടിപ്പോണ സാധനമല്ല. ഇങ്ങനത്തെ ഈ കള്ളത്തരങ്ങളും പറ്റിക്കലും ആയിട്ട് ജീവിച്ചാണ് പോണത് ഇവർ. ഈ അള്ളയായിട്ട് ഇവർ മരിച്ചു പോകുന്ന യാതൊരു ചിന്തയില്ല. മരിച്ചു പോയാൽ അടുക്കാരെത്തുക. ഇവരൊക്കെ വിളിച്ചാൽ നബി പറഞ്ഞ്, നബീൻ്റെ മോളോട് പറഞ്ഞത് എൻ്റെ ശരീരം നരകത്തെ തൊട്ട് ഇനി കാക്കണം എന്നാണ് നബി പറഞ്ഞത്. സ്വന്തം മോളോട് പറഞ്ഞ് നരകത്തെ കൊത്തു കാട്ട്. പിന്നെ നമ്മളെല്ലാവരും പോകും മരിച്ചു മത്സരന്ന് ആദം നബീൻ്റെ അടുത്ത് പോകും. അങ്ങനെ എല്ലാവരും നബിമാരെടുത്ത് പോകും. ലാസ്റ്റാണ് നമ്മൾ നബീൻ്റെ അടുത്ത് പോവുക. ആടെ നമ്മളെ നബിയെ മാത്രമേ നമ്മൾ സഹായിക്കാനുണ്ടാവും. നബിനെ വിളിച്ച് പ്രാർത്ഥിച്ചവർക്കൊന്നും അത് ശിർക്ക് ചെയ്തവർക്ക് അവർക്ക് നബീൻ്റെ ഇത് ഉണ്ടാവില്ല. ശിർക്ക് ചെയ്തവർ വിദേഹത്തിൽ ചെയ്തവർക്കില്ല. വിദേഹത്തിൽ ചെയ്തവർ നബീൻ്റെ ഈ നബി അബ്ദുൽ കൗസറിൻ്റെ ഇരിയത്ത് ഇങ്ങനെ വരും. നമ്മളെ കാണുമ്പോൾ നബിക്ക് മനസ്സിലാവും നബീൻ്റെ ഉമ്മത്താണ്, എങ്ങനെ ഉപർപ്പിക്കണമെന്നൊക്കെ നബി കാണിച്ചു നിൽക്കുന്നല്ലോ. അത് കാണുമ്പോൾ നബിക്ക് മനസ്സിലാവും. ബരി മാടി വിളിക്കും. അന്നപ്പോൾ നമ്മൾ എരിയത്തൊക്കെ ചെല്ലുമ്പോൾക്ക് അള്ളാഹ് വിളിച്ചു പറയും, നബിയെ നിങ്ങൾ മരിച്ചതിന് ശേഷം എത്ര വിദേഹത്ത് ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയില്ല നബിയെ എന്നറിയും. അന്നപ്പം നബി പറയും സൂയിക്കാൻ. പിന്നെ നമ്മളെ നബീൻ്റെ ഇടയിൽ പഠിച്ചോ മറട്ടാളൂ. പിന്നെ നമുക്ക് നബീനെ കാണാൻ പറ്റൂല, അള്ളാഹ് നബിക്ക് നമ്മളെയും കാണാൻ പറ്റൂല. പിന്നെ കുറേ കാലം നരകത്തിൽ കിടക്കുക. പിന്നെ ശിർക്ക് ചെയ്തുകൊണ്ട് വിജയത്തിൽ വെച്ചിട്ട് കുറേ കാലം കിടന്നിട്ട് ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തരി ഈമാൻ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഒരുത്തൻ പറഞ്ഞിട്ട് അവൻ ശിർക്കും ചെയ്തിട്ടില്ലെങ്കിൽ അവനെ സ്വർഗത്തിലിടുമെന്ന്. ശിർക്കിന് അത്ര ബലമുണ്ട്. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മൊയ്ലാർ പറഞ്ഞ ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ശിർക്കൊന്നും ചെയ്യില്ല. അത് മറ്റേ ഇതാണ് നമ്മൾ ഇത് ചോദിക്കുന്നതിന് എന്താണെന്നാ പറയുക, എന്തോ ഒരു ചോദ്യമാണ്. ഹക്കിജാവ് വർക്കത്തൊന്നും അല്ലാണ്ട് വേറൊരു ഇതുണ്ട്, അതാ ചെയ്യുന്നത്. ഞങ്ങൾ പറയാൻ കിട്ടുന്നില്ല. എന്തെന്നാ നമ്മൾ ഇസ്തിഹാസാണ് പറയുന്നത്. നബീനോട് ഇസ്തിഹാസ ചെയ്യാണ്, മറ്റേവരോട് ഇസ്തിഹാസാണ്. ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത്, ഒരുത്തൻ പള്ളാർച്ചും കള്ളു കുടിച്ച് കാവച്ചാൽ വീണ് കിടന്നിട്ട് ഓനോട് വിളിച്ചു വെച്ച്, അല്ല മനസ്സാ ഇങ്ങനെ കള്ളു കുടിച്ച് വീകാനോ കാവച്ചാൽ വീകാൻ തക്കത്തോണമെന്ന് പറഞ്ഞു. ഞാൻ കള്ള് കുടിച്ചിട്ടില്ല, കള്ള് ഹറാമാണ്, ഞാൻ കുടിച്ചത് പാലാണെന്ന് പറയുന്ന മാതിരിയാണ്. കള്ളും വെളുത്തിട്ടാണ് പാലിൻ്റെ മാതിരിയാ എന്ന് പറഞ്ഞോണോ. എൻ്റെ മോൻ്റെ 2 ഭാര്യമാരുണ്ട്. ഒരു മോന് 2 ഭാര്യമാരുണ്ട്. ഓല് രണ്ടാളും കൂടി ആശുപത്രിയിൽ പോയി. ഗവൺമെൻറ് ഈ ആര്യവൈദ്യശാലയിൽ അങ്ങനെയൊക്കെ പറയാൻ കിട്ടും. എന്നപ്പോൾ ആടെ ചെന്ന് നോക്കുമ്പോൾ 3 കിലോമീറ്റർ നടക്കണം. നടന്ന ആൾ ചെന്നപ്പോൾ ഡോക്ടറില്ല. ആടെ കുറച്ച് ഇരുന്ന് ഓലും ഇങ്ങോട്ട് പോന്നു.
എന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തായി മരുന്ന് കിട്ടിയില്ലാന്ന്. മരുന്ന് കിട്ടിയില്ലാന്ന് പറഞ്ഞു. എന്നപ്പോൾ ഞാൻ പറഞ്ഞു ആസ്പത്രിൻ്റെ അക്കുചാവ് വർക്കത്തോട് ഞങ്ങളെ സുക്കേട് മാറട്ടെ എന്ന് പറഞ്ഞാൽ മതി, സുക്കേട് മാറുമെന്ന് പറഞ്ഞു ഞാൻ. എന്നപ്പോൾ ഒരു ചിരിച്ച്, കാരണം വേറെയുള്ളവരാണെങ്കിൽ ചിരിക്കല്ല ചെയ്യുക, അങ്ങനെ പറഞ്ഞാലൊന്നും മരുന്ന് മാറൂലെന്ന് പറയും. ഓർക്ക് എന്നെ അറിയാം, കാരണം ഇല്ലാത്ത പറഞ്ഞ് ഒരു പറമ്പുണ്ട്, ഞാനൊരു പറമ്പിൽ കൊത്താൻ വേണ്ടിയിട്ട് പണിയെടുക്കാൻ വേണ്ടി വന്ന്, ഇതൊക്കെയാണ് എൻ്റെ പറമ്പ്, ഇതാണ് അതിര്, അതൊക്കെ കാണിച്ചു തന്ന് ഇത് ഇത്രയൊക്കെ ഒത്തിത്തീർക്കണം, ഞാൻ വൈകുന്നേരം 5 മണിയാകുമ്പോഴൊക്കെ വരുമെന്ന് പറഞ്ഞു. പിന്നെ 5 മണിയാകുമ്പോഴൊക്കെ എല്ലാ പണിയും കൂടുതൽ പണിയെടുത്ത്, പറയാൻ പറഞ്ഞതിലും കൂടുതലെടുത്ത് പുരയിൽ കാത്തു നിൽക്കുമ്പോൾ ഞാനിങ്ങോട്ട് ഞാൻ വന്ന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവന് വന്ന് നോക്കുമ്പോൾ അവൻ പറഞ്ഞു, ഓ നിങ്ങൾ പറഞ്ഞതിന് ജാസ്തിയെ എടുത്ത് നന്നായിക്കണേ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവനെയും കൂട്ടി കൈ നോക്കുമ്പോൾ ഇവന് ഈ പറഞ്ഞ പറമ്പിലല്ല എടുത്ത്, അപ്പുറത്തെ പറമ്പിലാണ് എടുത്തത്. ആട് പോയി പൈസ അടച്ചോ, ഇവിടുന്ന് കിട്ടൂല എന്നാണ്. അതുപോലാണ് മൊയ്തീൻ സയ്യിദിനെ മറ്റേലൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ട് കിട്ടൂല. മൊയ്തീൻ സയ്യിദിൻ്റെ അടുത്ത് കൈ മലത്തേ ഉള്ളൂ, ആട് ചെന്നാക്കിയാലും അങ്ങനെ അറിയുള്ളൂ. ശിർക്ക് ചെയ്തോന്ന് യാതൊരു പ്രതിഫലവും അള്ളാൻ്റെ എഴുതിയില്ല. ശിർക്കും വിധേയത്വം മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതങ്ങ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പഠിച്ചോനോട് നേരാ തഹജ്ജുദ് നിസ്കരിക്കുക, അലാറം വെക്കുക, അലാറം വെച്ചിട്ട് വീട്ടിൽ അലാറം വെച്ച് പഠിച്ചോനോട് പ്രാർത്ഥിക്കുക, പഠിച്ചോനെ എന്നെ ഇനി ഈമാൻ കിട്ടി മരിപ്പിക്കുക റബ്ബേ, ഞാൻ ചെയ്ത ദിവസങ്ങളൊക്കെ ഇനി പുറത്തു കൊണ്ട് പഠിച്ചോനെ, ഞാൻ ശിർക്ക് ചെയ്യൂല, ശിർക്കും വിജയത്തും ചെയ്യൂല, അള്ളാഹു റസൂലും പറഞ്ഞോണേ കേൾക്കുള്ളൂ, മൊയ്ലാമാർ അങ്ങനെ ഞങ്ങൾ വെക്കൂല എന്ന് പറയുക. മൊയ്ലാർ ഇതിലേക്കാക്കാനാണ് പറയുന്നത്. നബീൻ്റെ മൂത്രം കുടിച്ചിട്ട് ഒരുത്തൻ സുക്കേട് പറയുന്നത്, ആ തേൻ കുടിച്ചിട്ടാണ് പറഞ്ഞത്. തേൻ ഔഷധമാണെന്ന് പറഞ്ഞ് നബി പറഞ്ഞ് രാവിലെ വെറുമ്പയത്തിൽ പച്ചവെള്ളം കുടിച്ചിട്ടാണ്, പച്ചവെള്ളം ഔഷധമാണ്, അത് കുടിച്ചിട്ടാണ് പല അസുഖങ്ങളും മാറുമെന്ന് പറഞ്ഞ്. എനിക്ക് ഷുഗറുണ്ട്, ഷുഗറിന് വേണ്ടിയിട്ട് ഞാൻ ആ ഹദീസ് കണ്ടതിന് ശേഷം ഞാൻ രാവിലെ പച്ചവെള്ളം കുടിക്കൽ, ഷുഗറിനുള്ള മരുന്ന് കുടിക്കലില്ല. ഇന്നും ഞാൻ പോരുന്ന നേരം ഷുഗർ ഉണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് പരിശോധിക്കാനാ, ഷുഗർ നോർമലാന്ന് പറഞ്ഞ്. ഇന്നും രാവിലെ ഞാൻ പച്ചവെള്ളം കുടിച്ചിരിക്കുന്നു, ഷുഗറിനുള്ള മരുന്ന് കുടിക്കലില്ല. നമുക്ക് അള്ളാഹുവിലും നബിയിലും ഒരു വിശ്വാസം വേണം. ഇത് വേറെയുള്ളവരുള്ള ഒക്കെ വിശ്വാസം ഉണ്ടായിട്ടാണെങ്കിൽ നമ്മളെ സുക്കേട് എപ്പോഴും മാറില്ല. ഏത് ആസ്പത്രിയിൽ പോയാലും നമ്മളാ കൂട്ടരാണ് യാലോ കണ്ടമാനം വയറ് നിറച്ച് തിന്നുന്നവൻ എന്നിൽ പെട്ടവനല്ലാന്നാ ആര് പറഞ്ഞ നബി പറഞ്ഞത്. എന്നപ്പം നമുക്ക് വയറ് നിറഞ്ഞിട്ട് പള്ളക്ക് കഴിഞ്ഞ് ഏപ്പിട്ട് നടക്കലല്ല. ഏടെങ്കിൽ പോയിക്കാണേൽ ഒരു മൊയ്ലൂദാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മൊയ്ലൂദ് എന്ന് പറയും. നബീൻ്റെ ഒരാൾ മേച്ചിക്കാണെങ്കിൽ എല്ലാ ദിവസവും ഇവർക്ക് സാപ്പാടാണ്. മേച്ച അന്ന് മുതൽ ലായിലായില്ലതാ ആർന്ന്. പിന്നെ 3ൻ്റെ അന്ന് മേച്ചപ്പോൾ യാസീനാവുന്നത്. യാസീനകത്താ പറഞ്ഞത്, യാസീൻ ഓതിയാൽ യാസീനത്തിൽ ലിയംദിറ മങ്കാന ഹയ്യം വൈക്കൽ കൗലിൽ കാഫിരീൻ, ജീവനുള്ള ആളെന്നാക്കാനുള്ള ഖുർആന്, അല്ലാണ്ട് മേച്ചവർക്കല്ലാന്നല്ല. മേച്ച മയ്യത്തുണ്ട് വെച്ചിട്ട് ആർന്ന് ഒരു പാത്തിയും ഇവർക്ക് തീറ്റി കണക്കായി. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്തെന്നാ തീറ്റി ഉറച്ചി എന്നുള്ളതാ ഈ കണക്കാക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും കണക്കാക്കാനില്ല. അതാണ് ഓരോ കണക്ക്. ഒരു വീട്ടിൽ ചെന്നൊരു സ്റ്റൂൾ കണ്ട ആൾ കുത്തിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ മൊയ്ലാർ ഫാത്തിഹ ഒരിക്കലും ഇനിയിപ്പോൾ ഏതായാലും സാപ്പാട് കൊണ്ടു കൊടുക്കണം എന്ന് കണക്കാക്കി വേഗം കൊണ്ടു കൊടുക്കും എന്തെങ്കിലും. അതാണ് സ്ഥിതി. ഇത് നമ്മൾക്ക് മരിച്ചു പോകണോ, മരിച്ചിട്ട് ഒരു ലോകമുണ്ട്, നരകവും സ്വർഗവും ഉണ്ട്. കാലാകാലം ചെറുക്ക് ചെയ്ത നരകത്തിലാണ്. ചെറുക്കിൽ നിന്ന് ഒഴിവായി കിട്ടുക, ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന് ഒഴിവായി കിട്ടുക. പഠിച്ചോനല്ലാത്ത ആൾക്കാർ അവരൊക്കെ ഈ കടലിൽ പോയിക്കാണെങ്കിൽ വെള്ളപ്പൊക്കവും വേറെന്തോ ഇപ്പം എന്നുവെച്ചാൽ നമ്മളെ ഇവിടെയുള്ള ആൾക്കാർ ചെയ്യുന്ന മക്ക മുശ്രിക്കുകളൊക്കെ ചെയ്ത് ഇപ്പം മരിച്ചു പോകുന്ന വെച്ചാൽ ഓല അള്ളാനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അതേ സമയത്ത് നമ്മളിപ്പം വലിയ സുക്കേട് വന്ന് ക്യാൻസറോ വേറെന്തോ വന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അന്നപ്പോക്ക് ഏർവാടിക്ക് നേർച്ച തരിക. അവിടുത്തെ ഹജ്ജിന് പോവുകയാണെങ്കിൽ എന്താ ചെയ്യുക? ആദ്യം മുജാരെ വിളിച്ചിട്ട് എന്താണ് അക്കുജാവ് വർക്കത്തോണ്ട് മറ്റേ അക്കുജാവ് വർക്കത്തോണ്ട് എല്ലാം കൂടി ഒരു ദുആയൊക്കെ ചേർന്ന് പോണ വൈക്കലുള്ള ജാറത്ത് കയറിഞ്ഞൊന്ന് ദുആയിരുന്നു. പിന്നെ ആടെ എത്തിക്കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്ന നേരം ജാറം കഴിഞ്ഞിട്ട് ഈ ഏർവാടിക്ക് ഏറ്റവും വലിയ ജാറം ഒന്ന് തോണ്ട് അവിടേക്ക് ഒരു നേർച്ചയും നേർന്നിട്ടാണ് വരിക. അത് നടത്താനാവുക. ഇവൻ ഹജ്ജ് ചെയ്താൽ യാതൊരു കാര്യവുമില്ല. ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് പെറ്റ കുട്ടികളെ പോലായി. അവൻ ചെയ്ത ദോഷങ്ങളൊക്കെ അള്ളാഹ് പുറത്തു തരും. ഇത് ശിർക്ക് ചെയ്തുകൊണ്ട് ദോഷം ചെയ്ത് എവിടെയും പൊറുക്കാൻ പോണ ഒരമ്മലും സ്വീകരിക്കില്ല. അള്ളാഹിനെ കുറുകാനല്ല പറയുന്നത്, അള്ളാഹിൻ്റെ സുഖാനല്ല അള്ളാഹ് പറയുന്നത്. ഒരു ശിർക്ക് ചെയ്തുകൊണ്ട് ഒരമ്മലും സ്വീകരിക്കില്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ചോദിക്കേണ്ട സംഗതി വേറെ ആളോട് ചോദിക്കുന്നതാണ് ശിർക്ക്. ആ എന്ത് ചോദിച്ചാലും നമുക്ക് പഠിച്ചോൻ മാത്രം മതി, നബിയും മതി. അല്ലാണ്ട് അതിൻ്റെ അപ്പുറം ഓരോ എന്താ മൊയ്തീൻ സയ്യിദ് നല്ല മനുഷ്യനാണ്, ഒരു ഷെയ്ഖാണ്, അയാൾ ജീവിച്ചോണം നമ്മൾ ജീവിക്കുക. അവരെന്തിനു വേണ്ടിയിട്ടാണ്
ഒരു മറ്റേ മെഡിസിനെ കൊണ്ടൊക്കെ എന്തൊക്കെ തോണിയാസങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞു വെക്കുന്നത്. ഒരു പള്ളിയിൽ നിന്നപ്പോൾ രാത്രി പള്ളിയിലായിരുന്നു, അവിടെ നിന്നപ്പോൾ 40 ദിവസം കുളിയുണ്ടായി, ജനാപത്ത് കുളി ഉണ്ടായിന്നാ. ഒരു ദിവസമേ രാത്രി 40 വട്ടം ജനാപത്ത് കുളി ഉണ്ടായി. ഒരിടാ കുളിച്ചവർ അന്നപ്പം തന്നെ കുളിച്ചിരുന്നു, അന്നപ്പം ഉണ്ടാകിയെന്ന് തന്നെ കുളിച്ചിരുന്നിട്ട് ചുരുങ്ങിയത് ഒരു 9 മണിയാണ്ട് ഒരാൾ കിടക്കുമോ? 9 മണി മുതൽ കുളിച്ച് വന്ന് ഡ്രസ്സ് മാറി കിടന്ന് ഉറക്കം പറ്റണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ആവില്ലേ? ഒന്ന് കണക്കൂട്ടി നോക്കി. ഒരു മൊയ്തീൻചൊക്കെ ആകുമ്പോൾ ഒരു 5 മണിക്ക് എണീക്കണ്ടേ, സുബൈക്ക് കഴിക്കാൻ എണീക്കണ്ടേ, പിന്നെ നിസ്കരിക്കലല്ലേ, നിസ്കാരം സുന്നത്തൊക്കെ അല്ലേ, വിശേഷ ബുദ്ധിയുണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഇപ്പം അറിയുന്ന ഇതിലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി. അന്നപ്പോൾ ചിന്തിച്ച് നോക്കിയാലേ അറിയാം. കാരണം ഇതൊക്കെ കാലമായിസ്രായിൽ മൗത്ത് വാങ്ങുന്നാൽ കരുത്തറ് മൊയ്തീൻ കാവലിലേക്ക്, കരുത്തുള്ള മൊയ്തീൻ കാവലാണ് വേണ്ടത്. അത് അള്ളാഹിനോട് പറയാണ്, മൊയ്തീൻ കാവൽ ആണ് എനിക്കുള്ളതെന്ന്. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കുക. ഇവർ പറയുന്നത് ആയതിനൊക്കെ ഞാൻ എൻ്റെ 5 വയസ്സ് തുടങ്ങിയിട്ട് 5 വയസ്സിൽ ഞാൻ ചെല്ലൽ തുടങ്ങിയിട്ട് എനിക്ക് 70 വയസ്സ് വരെ ഞാൻ ചെല്ലിയ ആളാണ്. നാരിയ സ്വലാത്തും അതേ തന്നെ. ഞാനൊരു മുള്ളുകമ്പിയിലെ പണിക്ക് പോകണേരം കല്ല് പൊട്ടി പോകാണ്ടിരിക്കാനും മറ്റേ നല്ല പടി കിട്ടാൻ വേണ്ടിയിട്ടും നല്ല കല്ല് കിട്ടാൻ വേണ്ടിയിട്ടും നാരിയ സ്വലാത്ത് 300, 500, 1000 എന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ നേർച്ച കയറും. അതെനിക്ക് അന്നത്തെ കാലത്ത് കുടം കിട്ടിയോന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അള്ള പറഞ്ഞിട്ടുണ്ട് ഇവിടെ വൈപ്പെട്ടവനും വൈപ്പെടാത്തവനും ഗുണം ചെയ്യുമെന്ന്. പിന്നെ ഇത് നാരിയ സ്വലാത്ത് ചെല്ലാൻ പാടില്ല, നബി പഠിപ്പിച്ചതല്ല. ഈ മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിം ഉന്നാസി എന്ന് പറഞ്ഞ ആൾ പഠിപ്പിച്ചതാ. 600 കൊല്ലം മുന്നേ, 1400 കൊല്ലം മുമ്പാ ഇസ്ലാം അതോടെ പൂർത്തീകരിച്ച് തന്നെന്ന് പറഞ്ഞതിന് ശേഷം ഇസ്ലാമിലൊന്നും ഉണ്ടാക്കാനുള്ള അധികാരം ഒരാൾക്കും കൊടുത്തിട്ടില്ല. എല്ലാവരും നല്ല നിലക്ക് ചിന്തിക്കുകയാകുകയും ചെയ്തിട്ട് ഇസ്ലാമിലേക്ക് വരട്ടെ. എന്ത് ആണ് പഠിച്ചവനോട് ദ്വാരക്കുക, എന്ത് പറ്റിയാലും അള്ളാഹിനോട് തേടുക. അയ്യൂബ് നബി 12 കൊല്ലമൊന്നും പറയുന്നു, 15 കൊല്ലം വേണ്ടി സൂക്കേടായിട്ട് 16 മക്കളുള്ളൂ, എല്ലാം മരിച്ചുപോയി. എന്നിട്ടും അയ്യൂബ് നബി എന്താക്കിയിട്ടില്ല, ആരോടും ദ്വാരന്നിട്ടില്ല, പഠിച്ചവനോട് വരെ ദ്വാരന്നില്ല. നാവിന് സൂക്കേട് വന്നപ്പോൾ പഠിച്ചോലെ എൻ്റെ നാവിന് സൂക്കേട് വന്നെങ്കിൽ മറ്റേ എനിക്ക് ദിക്ർ ചെല്ലിന നാവിന് സൂക്കേട് വന്നിട്ട് പഠിച്ചോനെ അതൊന്ന് മാറ്റിക്കൊണ്ടാന്ന് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ പോയി. എൻ്റെ വീക്കിൽ മരൻ്റെ ഉള്ളിൽ പോയി കുളിക്കാൻ നിന്നപ്പം കാലിൻ്റെ മടമ്പോണ്ട് നിലത്തടിക്കാൻ പറഞ്ഞ് ആൾ പഠിച്ചോനെ നിലത്ത് അടിക്കാൻ പറഞ്ഞ് പഠിച്ച പാടുന്ന വെള്ളം പൊന്തി. ആ വെള്ളം കുളിക്കാൻ പറഞ്ഞ് ആ കുളിച്ചും കൂടെ ഇപ്പോൾ സുന്ദരനായ വെച്ചാൽ പുറത്താരുണ്ട്, ഭാര്യയുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഒരു അളിയനുണ്ട്. വേറെ പെണ്ണുങ്ങളൊക്കെ തെറ്റിപ്പോയി തോന്നുന്നുണ്ട്. വേറെ പെണ്ണുങ്ങളുണ്ടോ അല്ല എനിക്കൊന്നും കൃത്യമായിട്ട് അറിയില്ല. അന്നപ്പോൾ ആദ്യമുള്ള എന്നെക്കാടി സുന്ദരനായിട്ട് ധാരാ മാറിപ്പോയല്ലോ, അതേളി ഞാൻ തന്നെ ആണ് എന്ന് അറിഞ്ഞ് എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ആയതാണെന്ന് അറിഞ്ഞ് എല്ലാം പഠിച്ചോ. പിന്നെ വീണ്ടും കൊടുത്ത് എത്ര ഖുർആനിലുണ്ട് ഇത് ഖലീലുല്ലാ ഇബ്രാഹിം ഖുർആനിനകത്തുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹിൻ്റെ കൂട്ടുകാരനെന്നാണ്. അള്ളാഹ്ക്ക് അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ട് എന്ന് വിചാരിച്ച് നബി അള്ളാഹിനോട് തേടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹ് പറഞ്ഞത്. നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ നിങ്ങളെ അമല് പൊളിഞ്ഞു എന്ന് അള്ളാഹ് ഖുർആനിൽ പറയാൻ കാരണം ഒന്നാമത്. വേറെ നമ്മളും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. 3 കൊല്ലം ഇല തിന്ന് ജീവിച്ചിരിക്കുന്നത്. ആ ഇല തിന്ന് ജീവിച്ചിട്ട് ഈ സ്വന്തം കാട്ടിൽ കിടന്നിട്ട് അവിടുന്ന് ഇല തിന്ന് ജീവിച്ചിട്ട് നബീൻ്റെ മൂത്താപ്പ പുരേ കിടന്നിട്ട് ഉറക്ക് വരാഞ്ഞിട്ട് നബീൻ്റെ അരിയത്ത് പോയി കിടന്നിക്കുന്നത്. ആ മൂത്താപ്പനെ നന്നാക്കാൻ വരെ നബിക്ക് സാധിച്ചിട്ടില്ല. അതപ്പോൾ ഒരാളെ നന്നാക്കാൻ സാധിക്കില്ല. അവനാ സ്വന്തം നന്നാകുക. പഠിച്ചോനെ ഞാൻ ചെയ്ത് പഠിച്ചവനോട് കരഞ്ഞു പറയുക. ഉമർ ഖത്താബ് ഉറങ്ങിയിട്ടില്ല. ഉമർ ഖത്താബ് എന്നെ കണ്ടാൽ നബി പറഞ്ഞത് ഇബ്ലീസ് വരെ മാറിപ്പോകുന്നു, അത്ര സൂര്യതയുള്ള ആളായിരുന്നു. അങ്ങനെ ഭരണം കിട്ടിയപ്പം ഒറ്റ തളർന്ന് ഒറ്റ ആൾക്കാരോട് പറ്റ ഇതായിട്ട് നിന്ന് അങ്ങനെ നിന്നിട്ടാണ് ആയത്. അങ്ങനെ എല്ലാവർക്കും ധർമ്മം ചെയ്തിട്ടും ആയിട്ടും അയാളെ കാണാൻ വേണ്ടിയിട്ട് വേറെ രാജ്യം ആക്രമിക്കാന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ആക്രമിക്കാനല്ല, ആ രാജ്യത്ത് ഇസ്ലാമിക ഭരണം ആക്കാൻ വേണ്ടിയിട്ടാണ് ആക്രമിക്കുന്നത്. ഇസ്ലാമിക അള്ളാഹ് എല്ലാവരെയും സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതന്നെയാണ് നമ്മളും ചെയ്യുന്നത്, മുജാഹിദുകളും ചെയ്യുന്നത് അതന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നബി ആടെ പോയിട്ട് അന്നപ്പോൾ ഒരാൾ വന്നിട്ട് ഞങ്ങളെ രാജ്യം ആക്രമിക്കരുത്, ഞങ്ങൾ ഇതിലേക്ക് നിൽക്കാം, നിങ്ങൾ പറയുമ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞ് പറയാൻ വേണ്ടിയിട്ട് ഒരേൽ വന്ന് നോക്കുമ്പോൾ ഉമർ ഖത്താബിൻ്റെ ഉമറിൻ്റെ കൊട്ടാരം എവിടെയാണെന്നാണ് ചോദിച്ചത്. അന്നപ്പോൾ അതാണ് ഒരു ചെറ്റക്കുടിയിൽ കാണിച്ചു കൊടുത്തത് ഒരാൾ. അന്നപ്പോൾ ചെറ്റക്കുടിയിൽ അന്നപ്പോൾ ഇയാൾ വിചാരിച്ച് വലിയ കൊട്ടാരത്തിലായിരിക്കും, രാജ്യം ഭരിക്കുന്ന രാജാവല്ലേ, വലിയ കൊട്ടാരത്തിലല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ പള്ളിയിൽ പോയിക്കുന്നതാണ്. പള്ളിയിൽ പോയി നോക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിന് ആടെ ഒരു മരം ഉണ്ട്. ആ മരത്തിൻ്റെ ഒട്ടിൽ നോക്കിയാൽ കാണാമെന്നാണ്.
മരത്തിൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുക ഉമറത്താവ്. രാത്രിയാണെങ്കിൽ തഹജ്ജുദ് നിസ്കാരവും പഠിച്ചവനോട് കരിയലും പറയലും ഒക്കെ ആയിട്ട് രാത്രി ഉറങ്ങാൻ കൂടില്ല. പകൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുക. രാത്രിയിലും പകലും ഇല്ല, എവിടെയെങ്കിലും വീണ് പോകുമ്പോൾ ഉറങ്ങി വീണ് പോവുക. അങ്ങനെയാണ് ഇസ്ലാമിന് അന്നുള്ള പണ്ടുള്ള ആൾക്കാർ നോക്കിയത്. ഇവിടെ നമ്മൾ സുഖിച്ച് എത്ര ജീവിച്ച് വെക്കണം അത്രയും ജീവിക്കണം എന്നുള്ള ചിന്തയായിട്ട് നടക്കുക. എത്ര ഒരു പൊന്നെ വിറ്റത് 4 കാറുണ്ടേൽ എന്ന് പറഞ്ഞ് വിളിക്കേണ്ട. ഓന് പഠിത്തവനെന്താ കൊടുത്തിട്ട് അതിന് ഹിസാബിനെ മത്സരയിൽ വെച്ച് പറയേണ്ടി വരും. വേറുള്ളവരങ്ങനെ ആവിയുടെയും അതുപോലത്തെ പോലെ കടം വാങ്ങി പലിശക്ക് വാങ്ങി ആക്കണ്ട. ഈ പലിശ എന്ന് പറഞ്ഞാൽ വലിയ മോശപ്പെട്ട ഏർപ്പാടാണ്. എൻ്റെ ഒരാളിൻ്റെ ഒരുത്തൻ്റെ മോളെ കെട്ടിച്ചത് ആരാണ്? ബാങ്കിലെ ജോലിക്കാരനാ. ബാങ്കിൽ എന്ന് പറഞ്ഞാൽ പലിശൻ്റെ ഇടപാടില്ല. ഓൻ വലിയ നിലവിലാണ് നിൽക്കുന്നത്. കാരണം എൻ്റെ മോളെ കെട്ടിയാൻ ഒരു ബാങ്ക് ജോലിക്കാരനാണല്ലോ എന്ന്. ഈ പലിശ തീട്ടം കോരനെ പഠിക്കുമ്പോൾ പറഞ്ഞു വെച്ചൂടെ ഓന്? എന്നാലും അതിനെക്കാട്ടി നല്ല പറഞ്ഞല്ലേ, പലിശനെക്കാട്ടിലും മോശമായി അല്ലേ? തീട്ടം കോരനെക്കാട്ടി മോശമല്ലേ പലിശൻ്റേത്? ഒന്നും ചിന്തിക്കൂല മനുഷ്യന്. എന്താ ചെയ്യണ്ടേ? മക്കാമിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കാണുമ്പോൾ ഏട്ടെങ്കിലും പോണ നേരം ഈ വേശ്യാലയത്തിൽ പാറാ വിൽക്കുന്നവരെക്കാട്ടും കഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. അത്രയും മോശപ്പെട്ട രീതിയിലാണ്. ഉമർ ഖത്താബ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന് ഉമർ ഖത്താബിനെ കാണാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ തിരിച്ചു പോണ സമയത്ത് എന്താണ് അയാൾ നെര്യാണിൻ്റെ താഴെ തുണിയായിപ്പോയി. ഇപ്പം പോണേനെ കണ്ടപ്പോൾ മരിക്കാൻ കിടക്കുന്നേരം ഉമർ ഖത്താബ് പറയാ തുണി നേലോട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാലോ പറയണം. അതാണ് അന്നേർക്ക് പറഞ്ഞിട്ട് എല്ലാവരും നാക്കാനാണ് നോക്കേണ്ടത്. നമ്മൾ മുജാഹിദുകളെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ദേഷ്യമാണ്. ഈ മുജാഹിമാർക്കാണ് ദേഷ്യം. കാരണം ഓരോ വയറ്റിപ്പടപ്പാണെന്നല്ലോ. ഓലില്ലാത്തതെല്ലാം കൂടി പറഞ്ഞ് നബീദിനത്തിന് ചെല്ലുന്ന മങ്കൂസ് മൗലൂദാണ് ഓതൽ. എടാ ഒരാൾ മരിച്ചിക്കാണെങ്കിൽ മങ്കൂസ് മൗലൂദ് അത് നബീദിനത്തിന് എനിക്ക് തീരെ സുഖമല്ല. എൻ്റെ മോൻ്റെ അപ്പുറം പിടിച്ചു വലിച്ചിട്ടാണ് ഇത് കേൾക്കാൻ വേണ്ടി വന്നത്. കാൽമുട്ട് വേദനയായിട്ട് നടക്കാനാകുന്നില്ല. കിഡ്നീൻ്റെ താറാറായിട്ട് അതിന് മരുന്നും ഗുളിക കുടിക്കാൻ പൈസ ഇല്ല. എന്താക്കും എന്നുള്ള വേദനയിലടക്കാൻ കൊറോണ കഴിഞ്ഞിട്ട് ആണ് മരിച്ചോട്ടെ. ഒരാൾ എൻ്റെ ബോട്ടുണ്ട്, ഇതിൽ ഫോട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരണം. ഈ ഫോട്ടോത്തിൽ കാണുന്ന ആൾ ഇതാണ് എൻ്റെ ഫോട്ടോ. തൊപ്പിയൊക്കെ വെച്ചിട്ട് തൊപ്പി വെച്ചത് 6 കൊല്ലത്തിന് ഇങ്ങോട്ടാണ് തൊപ്പി വെച്ചത്. അതിൻ്റെ മുന്നേ എനിക്ക് തൊപ്പിയില്ലാത്ത ഫോട്ടാണ് ഇതിലുള്ളത്. കാരണം 10 കൊല്ലം ഞാൻ ഇതിലേക്ക് വന്നിട്ട്. എന്നപ്പോൾ എല്ലാവരും ഞാൻ മയ്യത്ത് മരിച്ചാൽ വാട്സപ്പിൽ ഇടാൻ എല്ലാവരോടും പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കണേ. ഈ ഫൈസൽ മുജാർ എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ അയാളെ വാപ്പ ഒരു പൈസ വിരുദ്ധെടുത്ത ഒരു മുജാറാണ്. പൈസ വിരുദ്ധെടുത്ത് വന്ന മൊയ്ലാർ അയാൾ പറഞ്ഞ് എൻ്റെ മരണശേഷം 25 ഏക്കർ സ്ഥലമുള്ള ആളാണ് പൈസ മൊയ്ലാരെ വാപ്പക്ക്. മുതലാളിയാണ് അയാൾ. 4 5 മഹലിലെ ഖത്തീബും സെക്രട്ടറി സ്ഥാനമൊക്കെ ഉള്ള ആളാണ്. അന്നപ്പോൾ അയാൾ പറഞ്ഞ് അങ്ങാടിയിൽ വെച്ചിട്ട് പറഞ്ഞ് എൻ്റെ മരണശേഷം ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ എൻ്റെ ഇത് കൊണ്ടുനടക്കാൻ. അതായത് ഫൈസൽ മുജാഹിദിനെ കൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ ജനങ്ങൾ പറഞ്ഞ് അയാൾ നിങ്ങളെ പറഞ്ഞ രീതിയിൽ കൂടിയല്ല പോണത്, മുജാഹിദ് ആദർശത്തിലേക്കാണ് പോകണമെന്ന് പറഞ്ഞ്. അന്നപ്പം പറഞ്ഞ് അയാൾ പറഞ്ഞ് എന്നാൽ ഞാൻ പുരയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇയാൾ വന്നപ്പോൾ ഫൈസൽ മുജാഹിദ് പുരയിൽ വന്നപ്പം ഇവിടുന്ന് പോകണം, ഇവിടെ നിൽക്കാൻ പറ്റില്ല, എൻ്റെ സ്വത്തിൻ്റെ ഒരു പൈസക്കും 10 പൈസ എനിക്ക് തരികയില്ല, പുറത്തേന് എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെ എടുത്ത് ഇവിടെ നിന്ന് കഴിച്ചിലയക്കോ, ഇവിടെ നിൽക്കാനാവില്ല, ഇനി മുജാഹിദ് അയക്കണല്ലേ, അതിനെക്കൊണ്ട് ഇവിടെ നിൽക്കാനാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോകുന്നത് എന്തോ പറയാൻ നിൽക്കില്ലല്ലോ. അത് പറഞ്ഞ് അയാളിങ്ങ് പോന്നി വാടകയ്ക്ക് കൂടിയാൽ പിന്നെ നാട്ടുകാരെല്ലാം കൂടി പിരിവിട്ട് ഒരു സ്ഥലം അടിച്ച് അവിടെ പുരണ്ടാക്കി അവിടെ കൂടിയപ്പോൾക്ക് വാപ്പ അവിടെ ചെന്ന് 1-2 ലക്ഷം ഉറുപ്പ്യ കൊടുത്തു വാപ്പ. എന്തോ മോന് പുരണ്ടാക്കിയാൽ കടൻ്റെ ഇടിക്കോട്ടെ ഇനി എപ്പോഴും വരണമെന്ന് പറഞ്ഞ്. സത്യം മനസ്സിലായി. കാരണം അത്ര പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. കാരണം വാപ്പ വിവരമുള്ള ആളല്ലേ, മുജാമാർക്ക് വിവരമുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ എൻ്റെ പുരയിൽ ഒരു മുജാക്ക് ഊട്ടിക്കൊണ്ടുവന്ന് എൻ്റെ പുരയെ കൊണ്ടുപോകുന്ന മുജാര കൊണ്ടുവന്നിട്ട് ബിരിയാണിയൊക്കെ വെച്ച് പോത്ത് ബിരിയാണി വെക്കുമെന്ന് പറഞ്ഞു. പോത്ത് ബിരിയാണി കോഴിക്ക് അന്ന് ലേശം മോശമായിരുന്നു, എന്തോ സുക്കേട് പിടിച്ചു. ഞാൻ പറഞ്ഞു പോത്ത് ബിരിയാണി വെക്കും പറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വന്ന് പോത്ത് ബിരിയാണി വെച്ച് ഞാൻ ഈ വേറെ കേസിട്ട് വെച്ച് ഫൈസൽ മുജാർ മറ്റേ ഇയാളെയും ആരുടെയും എന്തെന്നാ പറയുക
ഫതുലുൽ ഹക്ക് ഉമരിൻ്റെ പ്രസംഗമാണ് അത്. എന്താണ് റിവായത്ത് ഷെയ്ഖിൻ്റെ മൗലൂദിനെ പറ്റിയാണ്. ഇത് അയാൾക്ക് അങ്ങോട്ട് കേൾപ്പിച്ചോട്ട്. എൻ്റെ സീഡിക്ക് ചെറിയൊരു താറാറുണ്ട്, കറണ്ട് നിന്നു പോയാൽ പിന്നെ രണ്ടാമത് ആദ്യത്തുനിന്ന് വരും. അന്നപ്പോൾ കുറേ ഇയാൾ കേട്ട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇത് രണ്ടാമത് പോയപ്പം ഇയാൾ പറഞ്ഞു ആയഞ്ഞിട്ടാണ്ട് നീല് നോക്കിക്കോളി തന്നെ എനിക്ക് കാണിച്ചിരിക്കുക. അയാളെ ഇതിലുണ്ട് ആ പ്രസംഗത്തിൻ്റെ കേസറ്റ്. എന്നാൽ എൻ്റെ വീട്ടിൽ വന്ന് എന്നപ്പോൾ നിങ്ങളെ ഇതിൻ്റെ ഒന്ന് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളെ പെണ്ണുങ്ങൾക്കും കാണിച്ചു കൊടുക്കുക, എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞു. ഞാൻ ഇനി ഒന്നും കൂടി ഇപ്പോൾ ഞാൻ അടുത്ത് പറയും, നിങ്ങൾ കേട്ടുകാടയിൽ ഇടണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. എല്ലാവരും സ്വർഗത്തിലെത്തട്ടെ, നമുക്ക് ആരോടും ഒരു വിരോധമില്ല. പഠിച്ചോനെ റഹ്മാനായ തമ്പുരാനെ എല്ലാവരെയും ഇതാത്തിലാക്കി പഠിച്ചോനെ, എല്ലാ മൊയ്യമാരെയും തങ്ങന്മാരെയും എല്ലാവരെയും ആക്കി പഠിച്ചോനെ, എല്ലാവർക്കും പഠിച്ചോനെ റഹ്മാനായ തമ്പുരാനെ നല്ല ബുദ്ധി തോണയ്ക്കണേ പഠിച്ചോനെ. ഈ ശീലി വെച്ചതിനെ പഠിച്ചവനെ ഒന്നും ചെയ്യാനാവില്ല. പണയം വെച്ചത് ബുദ്ധി പണയം വെച്ചവർക്കും ഒന്നും ചെയ്യാനാവില്ല. അല്ലാത്തവർ ചിന്തിച്ചിട്ട് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് പഠിച്ചവനെ റഹ്മാനായ തമ്പുരാനെ അവർക്ക് ഹിദായത്ത് കൊടുക്കുന്നേ, ഹിദായത്ത് ചെയ്യ് പഠിച്ചവനെ. തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹിനോട് പ്രാർത്ഥിക്ക് പഠിച്ചവനെ. നോമ്പുകൾ എത്ര ഉണ്ട്, സുന്നത്ത് നോമ്പുകൾ എല്ലാ തിങ്കളാഴ്ചയും നോമ്പാണ്, എല്ലാ വ്യാഴാഴ്ചയും നോമ്പാണ് സാധിക്കെങ്കിൽ. പിന്നെ എല്ലാ മാസവും 13, 14, 15 നോമ്പുണ്ട്. നിങ്ങൾ മീറാജിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഇല്ല, അന്ന് നോമ്പുണ്ട്. മീറാജി നോമ്പ് എന്ന് പറഞ്ഞാൽ നീയത്തെത്താൽ മതി, കൂലി കിട്ടും. ഒരാളിപ്പോൾ ഞാനെൻ്റെ ചെറുപ്പത്തിൽ പഠിച്ചോനെ, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് 10 വയസ്സേ ഉള്ളൂ. അന്നപ്പോൾ എൻ്റെ വാപ്പുള്ള കാലത്താണ് ബാപ്പുള്ള കാലത്ത് എൻ്റെ ഒരൻ്റെ 1.5 കിലോമീറ്റർ ദൂരത്ത് അന്നൊന്നും മയക്കുമില്ല, അല്ലാതെ വിളിക്കലാം. അന്നേ കാലത്ത് അവിടെ അസർ ബാങ്ക് കൊടുത്ത് വന്നിട്ട് എൻ്റെ വാപ്പനെ വിളിച്ച്, വാപ്പൻ്റെ പേര് വിളിച്ച്. അന്ന് വാപ്പ റോഡ് പോയി, റോഡ് വെക്കുന്ന പോരാ. ബൈല് ഭാഗത്ത് മുന്നിൽ വയലാണ്, ബൈലാത്ത കാണും മുഖം. വാപ്പ ഇറങ്ങിപ്പോണേ വാപ്പൻ്റെ പേര് വിളിക്കുന്ന ഞാൻ കേട്ട്. അങ്ങനെ വാപ്പ പോയി ഇങ്ങോട്ട് വന്നിട്ട് വാപ്പ ഉമ്മനോട് പറഞ്ഞ്, അന്നൊക്കെ ക്ലാസ് പരിഷ്കാരമായിട്ട് വീട്ടിലാരും വന്നിട്ടില്ല, വേറെ ഇടയ്ക്ക് നമ്മളെ വീട്ടിലില്ല, പിഞ്ഞാനത്തിൽ ദിവസം കുടിക്കാൻ വെള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഉമ്മ വേഗം പത്തിരിയൊക്കെ ചുടിന് തിരക്കാം, നോമ്പല്ലേ അവസാനത്തെ നോമ്പ്. വെള്ളം വെള്ളം കൊണ്ടുവന്ന് വാപ്പ പറഞ്ഞ് ഇന്നാടെ നോമ്പ് മുറിച്ചാളാന്ന് പറഞ്ഞു. അന്നപ്പം വാപ്പനോട് ഞാൻ ചോദിച്ചു, അല്ല വാപ്പേ ബെയിലൊക്കെ പോയിട്ടല്ലേ നോമ്പ് മുറിക്കൽ? വാപ്പ പറയണം നോമ്പ് മുറിക്കണേ, ബാങ്ക് കൊടുക്കുന്നത് കേൾക്കൂല, തവര കൂടിയോ അല്ലെങ്കിൽ വേറെന്തോ സാധനം ഉണ്ട്, തവര എന്തെന്നാ പറയുക, തൊട്ടാവാടി കൂടിയോ, അങ്ങനെ പല ഇതും നോക്കിയിട്ടാണ് നോമ്പ് മുറിക്കാനായിരുന്നു നോക്കൽ. എന്നപ്പോൾ മൊല്ലാക്ക വന്ന് അവിടുത്തെ ഒരു മൊല്ലാക്ക 1.5 കിലോമീറ്റർ അപ്പുറമുള്ള പഞ്ചായത്ത് പള്ളിയില്ല, അവിടുന്ന് ബാങ്ക് കൊടുത്താൽ കേൾക്കുകയില്ല. അയാൾ പറഞ്ഞ് ഇന്ന് പെരുന്നാളാന്നുള്ള വിവരം ഇപ്പോഴാണ് കിട്ടിയത് എന്ന് പറഞ്ഞ് നോമ്പ് മുറിച്ചാളെന്ന് പറഞ്ഞ് അങ്ങനെ നോമ്പ് മുറിച്ച് ഞാൻ അന്ന് നോമ്പ് മുറിച്ച ആളാണ് ഞാൻ 10 വയസ്സിൽ. ഇന്നിപ്പോൾ 2-3 കൊല്ലം മുന്നേ മലപ്പുറം ജില്ലയിലെ അരീക്കോട് വെച്ച് 2 ഉസ്താദന്മാർ ചെക്കന്മാർ ഏടോ വയലിലറിയാൻ പോയി. വയലിൽ പറഞ്ഞ് പോയിരുന്ന സമയത്ത് ഒരു മാസം കണ്ടപ്പോൾ മാസം കണ്ടിരിക്കുന്നു. ഇപ്പോൾ നാളെ പെരുന്നാളാന്ന്, അല്ലെങ്കിലും നാളല്ലേ മറ്റന്നാൾ പെരുന്നാളാവെന്ന് കിട്ടിയ പൈസ പുരയെ കൊടുക്കാനായിട്ട് ഒരു പുരയെ പോയതാ. പുരയെ ചെന്ന് ആടെ ചെന്ന് ടി വിയിൽ ഇങ്ങനെ പരസ്യം കാണിക്കുക, മാസപ്പിറവി എവിടെയും കാണാത്തത് കൊണ്ട് മറ്റന്നാളാണ് പെരുന്നാൾ എന്ന്, നാളെ പെരുന്നാളല്ലാന്ന്. എന്നപ്പോൾ ഇവർക്ക് 2 ആക്കും ചൂടിയേ, ഒന്ന് EK സുന്നിയാണ്, ഒന്ന് AP സുന്നിയാണ്. AP സുന്നി എന്ന് അറിയേണ്ട, EK സമസ്തയും AP സമസ്തയാണ്. സുന്നി എന്ന് അവരൊക്കെ പറയാൻ പറ്റില്ല. സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്ത് എടുക്കുന്നില്ല, ഒരു വിധേയത്തെ എടുക്കുള്ളൂ. നബി പറഞ്ഞതിനെ നേരെ എതിര് ചെയ്യുക, എന്നാലും അതിൻ്റെ പേരാണ് വിധേയത്ത് എന്ന് പറഞ്ഞാൽ. നബി പറഞ്ഞേ ചെയ്യുന്നതിനാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. അത് ഞങ്ങളാ ചെയ്യൽ, നമ്മളെ കണ്ട് പഠിക്കുക ഞങ്ങൾ, എന്നാലേ ഞങ്ങൾ സ്വർഗത്ത് പോവുള്ളൂ, അല്ലാണ്ടൊന്നും പോവുകയല്ല കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്ത്, ഞാൻ എൻ്റെ വേറെ സ്ഥലത്തായി കിടന്നേരത്ത് എൻ്റെ പെണ്ണുങ്ങളും ഉണ്ട്, ഞാനും ഉണ്ട്, വേറെ ആരുമില്ല. അന്നപ്പോൾ അവിടുന്ന് 10 മണിയായിട്ട് വേറെ അറിയുന്നില്ല. അന്ന് മഴക്കാലമായതിനെ കൊണ്ട് TV പൂട്ടി വെച്ചിരിക്കുന്നു, TV ഒരു ഏടെയും വാർത്ത കിട്ടില്ല. അറിയുന്നിടത്തേക്കൊക്കെ ഫോൺ ചെയ്തിട്ട് ഏടെയും മാസപ്പുറം കണ്ടതായിട്ട് വിവരമില്ല. അന്നപ്പം ഏതായാലും 10 മണി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചോറ് വെച്ച്, പിന്നെ അങ്ങനെ ചോറൊക്കെ വേച്ച് ഞാൻ വേറെ സ്ഥലത്തേക്ക്, എൻ്റെ വേറൊരു വരണ്ട് മോനുമൊക്കെ കൂടുന്ന സ്ഥലത്തേക്ക്, അവിടെ ഞാൻ കൂടുതൽ, പെണ്ണുങ്ങൾ വേറെ വീട്ടിലാണ്. ഞാനുമായിട്ട് തെറ്റിപ്പോയതാ, ഞാൻ മുജാഹിദായിട്ട്. എന്നപ്പോൾ ആദർശത്തിന് മാറിയെന്നല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഞങ്ങൾ. അന്നപ്പോൾ അവിടെ ചെന്ന്
അവിടെ ചെന്ന് ഇറങ്ങിയപ്പം അരീക്കോടുള്ള ഒരു ചെറുപ്പക്കാരന്, അന്ന ചെറുപ്പക്കാരനല്ല, ഒരു 30-35 വയസ്സുണ്ടാവും. ഓനിങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഓൻ പറഞ്ഞ ആരും ശ്രദ്ധിക്കില്ല. ഞാൻ ചെന്ന് എന്താ നിങ്ങൾ പറയുന്നതെന്ന് വെച്ച്, ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് കുറേ സ്ഥലത്ത് ഇന്ന് പെരുന്നാളാന്ന് പറഞ്ഞു. അന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നോമ്പ് പറ്റിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ നോമ്പ് പറ്റിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങളാടാ ഏടാ ഉള്ളതെന്ന് ചോദിച്ചു. അന്നപ്പോൾ ഉള്ളത് ഏടാന്ന് ചോദിച്ച് ഞാൻ ഒരു ചോദിച്ച ആപ്പിൽ പുരേ പോയപ്പോൾ എൻ്റെ മോൻ്റെ ഒരു പെണ്ണുങ്ങൾ, 2 പെണ്ണുങ്ങളുണ്ട്. ഒരു പെണ്ണുങ്ങൾ അരീക്കോടിനാണ് കല്യാണം കഴിച്ച്. ഓളെ ആങ്ങൾക്ക് ഫോണെടുത്ത് വിളിച്ച് ചോദിച്ചു നോക്കുമ്പോൾ എന്ത് പറഞ്ഞ്, ആങ്ങളെ പറഞ്ഞ് ഇങ്ങനെ 2 സ്ഥലത്ത് പെരുന്നാളുണ്ട്, ഓലെ അറിയുന്ന ആൾക്കാരൊക്കെ ഫോൺ ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും പോയി പറഞ്ഞ് ഓലെ ഉറപ്പിക്കാൻ പറ്റില്ല, മാസം ഉറപ്പിക്കാൻ പറ്റില്ല, നാളെ ഇപ്പോൾ പെരുന്നാൾ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 8 മണിക്ക് കണ്ടിട്ട് വൈകുന്നേരം 4 മണിക്ക് നോമ്പ് മറച്ച് തുറന്ന ഞാൻ രാവിലെ 10 മണിക്ക് ഞാൻ അറിഞ്ഞാൽ നോമ്പ് അവിടെ നോക്കുകയില്ല. നോമ്പ് നോക്കൽ ഹറാമാണ്. ഹറാമെന്തിനാ ചെയ്യുന്നത്? നോമ്പ് 30 ആണോന്ന് വെച്ചാൽ അല്ലാത്ത ദിവസം നോറ്റൂടെ? നബി എത്ര ദിവസം നോമ്പ് നോറ്റ് കാണാം. രാത്രി ഭക്ഷണം കഴിച്ച് കിടന്ന് നേമ്പ് ചായ ഇല്ലാന്ന് ഭക്ഷണം ഇല്ലയെന്ന് പറഞ്ഞാൽ എന്നാൽ ഇന്ന് നോമ്പ് എന്ന് പറഞ്ഞ് സുന്നത്ത് നോമ്പിന് നേമ്പ് വെച്ചിട്ട് നോമ്പ് വെച്ചാൽ മതി. ഒരാൾ എത്ര നോമ്പ് നോറ്റെന്ന് പറഞ്ഞ് എത്രയോ ഒരു നോമ്പ് ഇത്ര എനിക്ക് 100 ചെല്ലാണോ എത്ര ഒന്നല്ല, എത്രയും 100 പറയാൻ കിട്ടുന്നില്ല. എത്രയോ ഒരു നോമ്പ് വെച്ചിരിക്കുന്നു. എന്നപ്പോൾ അതിൽ വെച്ചാൽ നോമ്പുണ്ട്, ഒന്നിച്ചല്ലാന്നല്ലേ ഉള്ളൂ. ഒന്നിച്ചങ്ങനെ കുറുമത്താറ് നോമ്പും 30 36 136 നോമ്പോ അങ്ങനത്തെ എന്തോ കണക്ക് പറഞ്ഞ് നോറ്റിക്കാണ് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ആ നോറ്റിക്കുന്നു എന്ന് പറഞ്ഞ്. അന്നപ്പോൾ അതൊന്നും ശരിയില്ല. കാരണം ഒന്നിച്ചൊരു നോമ്പ് നബി പഠിപ്പിച്ചിട്ടില്ല. നബി നോറ്റ് 30 നോമ്പ് 30 മാസം കണ്ടാൽ അന്നപ്പോൾ പെരുന്നാൾ കഴിക്കണം. 29 ആണ് മാസം കണ്ടാൽ പിന്നെ പിറ്റേന്ന് 30 തേക്കാൻ നിൽക്കരുത്. അന്ന് നോമ്പ് മുറിച്ചോളണം. നബി അങ്ങനെ പറഞ്ഞത്. നബി പറഞ്ഞോണൊക്കെ കേൾക്കുക. നബി പറഞ്ഞതൊക്കെ നമ്മൾ കാറ്റിൽ പറത്തുക. ഞാൻ വലിയ നേതാവല്ലേ, ഞാൻ നേതാവായ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു കേൾക്കണം ജനങ്ങളെന്ന് വിചാരിച്ചിട്ട് ജനങ്ങളെ കൊണ്ട് ഹറാമ് ചെയ്യിക്കരുത്. ഒരാൾ പറഞ്ഞിരിക്കുകയാണ് ശരിയാണോ എങ്ങനെയാണോ ഒന്നുമില്ലേലും വിദ്യാർത്ഥികളല്ലേ, മുസ്ലിം വിദ്യാർത്ഥികളല്ലേ, പഠിക്കുന്ന കുട്ടികളല്ലേ, ഒരു കള്ളത്തരം പറയുമോ? ഹറാമ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ മക്കൾ, എനിക്ക് 4 മക്കളുണ്ട്, 4 മക്കളോട് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ 4 ആൾക്കാരും കേട്ടില്ല. ഞാനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് എൻ്റെ പെണ്ണുങ്ങൾക്ക് വിളിച്ച് പറഞ്ഞ് ഇന്ന് നോമ്പാണ്, ഇന്ന് പെരുന്നാളാണ്, നോമ്പ് മുറിച്ചാളാന്ന് പറഞ്ഞു. അവള് പറഞ്ഞ് ഞാൻ മുറിച്ചു എന്ന് പറഞ്ഞ് നോമ്പ് മുറിച്ച്. ആദർശം സ്വീകരിക്കാനാവില്ല. 3 മൊയ്ലിയാന്മാർ വന്നിട്ട് പെണ്ണുങ്ങളെ എരിയത്ത് വന്നിട്ട് പറഞ്ഞ് എന്താവശ്യത്തിന് വന്നാലും ഞങ്ങൾ എരിയത്ത് നിങ്ങൾ വിളിക്കുന്നിടത്ത് ഞങ്ങളുണ്ടാവും, ഞങ്ങൾ വിളിക്കുന്നിടത്ത് നിങ്ങളും വേണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മൊയ്ലിയാന്മാർ വലിയ തലയെക്കെട്ടും കാര്യവും കണ്ണിക്കാണെങ്കിൽ അവർ ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഖുർആനിലുണ്ടാനും നടക്കുന്ന കൂട്ടരാണ്. അല്ലാഹു റസൂലും എന്താ പറഞ്ഞാൽ കേൾക്കുക. ഞാൻ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നന്നായിട്ട് ജീവിക്കാനുള്ള പഠിച്ചോൻ അനുഗ്രഹം ചെയ്യട്ടെ. എല്ലാവരും പഠിച്ചവനോട് പ്രാർത്ഥിക്കും, കൊറോണ എല്ലാ സുഖങ്ങളും മാറാൻ അള്ളാഹിനോട് തേടാൻ. AP ഉസ്താദ് പറഞ്ഞെങ്കിൽ ഇനി അള്ളാഹിനോട് തേടിക്കോളി. ഇനി എല്ലാവരും അള്ളാഹിനോട് തേടി. ഈ കൊറോണ റാത്തീവ് മറ്റേ റാത്തീവ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ പേപ്പിക്കുന്ന സംഗതി എടുക്കല്. നിങ്ങൾക്കും മരിച്ചു പോണ്ടി. അവർ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ നിങ്ങളൊപ്പം നിൽക്കുന്നതൊക്കെ നല്ല സംഗതിയായിരുന്നു, ഇതാ നല്ലത് എനിക്കറിയാം, പക്ഷേ ചെക്കളി കിട്ടൂലെന്ന് പറഞ്ഞു. ഞങ്ങൾ വേറെ നിൽക്കാൻ കാരണം ഇതാണ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിർത്തിയാണ്, ബാങ്ക് കൊടുക്കുന്നുണ്ട്, അതിനോട് നിർത്തിയാണ്. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും എല്ലാവരും നന്നാക്കോളാം പഠിച്ചാണ്. അസ്സലാമു അലൈക്കും.